എന്തിനാണ് ദൈവം ദിവസങ്ങളും കാലങ്ങളും ഉണ്ടാക്കിയത്? എதற்காக தேவன் காலங்களையும் நாட்களையும் ഉണ്ടാക്കിனார்? ദൈവത്തിന്റെ പദ്ധതി മനുഷ്യനിൽ നിവർത്തിക്കാൻ വേണ്ടിയാണ് ദൈവം കാലങ്ങളും സമയങ്ങളും ഉണ്ടാക്കിയത്. தேவனாகிய கர்த்தருடைய திட்டங்களை மனுஷரில் நிறைவேற்றுவதற்காக தான் கர்த்தர் நாட்களையும் காலங்களையும் உண்டு பண்ணினார். സ്വർഗത്തിൽ സമയമില്ല, பரலோகத்தில் நேரம் இல்லை, അതിന് വർഷമില്ല, அது அங்கே வருடங்கள் இல்லை, കാലങ്ങളില്ല, காலங்கள் இல்லை. അത് എറ്റേണിറ്റിയാണ്, നിത്യതയാണ്. அது நித்தியமா இருக்கிறது. ഹല്ലേലൂയ, ஆமென். ഇവിടെയാണ് സമയങ്ങളെ ദൈവം സെറ്റ് ചെയ്തിരിക്കുന്നത്. இங்கேதான் பூமியிலே தான் தேவன் சமயங்களை சுற்றித்திருக்கிறார். ആ സമയം വളരെ പ്രഷ്യസ് ആണ്. அந்த சமயம் மிக முக்கியமானது. സമയത്തെ നഷ്ടപ്പെടുത്തുന്നവനെ പോലെ മഠയൻ ലോകത്തിൽ വേറെ ആരുമില്ല. சமயத்தை நஷ்டப்படுத்துகிறவர்களை போல മടയர்கள் വേറെ ആരും ഇല്ലേ. ആമേൻ, ഹല്ലേലൂയ, ഹല്ലേലൂയ. സമയത്തെ ഒരിക്കലും നഷ്ടപ്പെടുത്തരുത്. സമയത്തെ ആരും കളയக்கூடாது. 50, 60, 70 വർഷം നിങ്ങൾ ഈ ഭൂമിയിൽ ജീവിക്കും. 50, 60, 70 ആണ്ടുകൾ இந்த பூமியிலே வாழ்வீர்கள். അത് നിങ്ങളുടെ ജീവിതത്തിൽ വളരെ പ്രഷ്യസ് ആയിട്ടുള്ള ടൈമാണ്. அது உங்களுடைய வாழ்க்கையில் மிக முக்கியமான நேரம். ഹല്ലേലൂയ, ആമേൻ, ഹല്ലേലൂയ, 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 ആമേൻ. കരങ്ങളെ ഉയർത്തി ഹല്ലേലൂയ, ഹല്ലേലൂയ. നിങ്ങളുടെ സമയത്തെ ഷുഡ് നോട്ട് വേസ്റ്റ് യുവർ ടൈം. നിങ്ങളുടെ സമയത്തെ വേസ്റ്റുകളെ ആകരുത്. உங்களுடைய സമയത്തെ யாரும் வீணடிக்க கூடாது. ആ സമയത്തെ നിങ്ങൾ വളരെ മാക്സിമം യൂട്ടിലൈസ് ചെയ്യുക. அந்த நேரத்தை நீங்கள் பயன்படுத்த வேண்டும். ആമേൻ, കൂടുതലായി പ്രയോജനപ്പെടുത്തുക. அதை அதிகமாய் பயன்படுத்த வேண்டும். നഷ്ടപ്പെട്ട സമയം ഒരിക്കലും തിരിച്ചു വരത്തില്ല. கழிந்து போன நேரம் ஒருபோதும் திரும்ப வராது. നിങ്ങളുടെ ജീവിതത്തിനകത്ത് ദൈവം പ്രവർത്തിക്കാനായി ആഗ്രഹിക്കുന്ന ചില സമയം അല്ലെങ്കിൽ സീസണുകൾ ഉണ്ട്. உங்களுடைய வாழ்க்கையிலே தேவன் கிரியை செய்கிறதான சில சந்தர்ப்பங்கள் உண்டு. ആ സമയത്തെ നിങ്ങൾ ആത്മാവിൽ തിരിച്ചറിയണം. அந்த சமயத்தை ஆவியிலே நீங்கள் புரிந்து கொள்ள வேண்டும். ആ സമയത്താണ് കർത്താവ് ഏറ്റവും കൂടുതൽ നിങ്ങളോട് സംസാരിക്കാൻ அந்த ആഗ്രഹിക്കുന്നത്. வேளையிலே தான் கர்த்தர் மிகவும் அதிகமாய் உங்களோடு பேசுவார். ആ സമയത്താണ് കർത്താവ് നിങ്ങളുടെ കുടുംബത്തിലും ജീവിതത്തിലും വലിയ വലിയ കാര്യങ്ങൾ ചെയ്യാൻ പോകുന്നത്. அந்த சமயத்தில் தான் கர்த்தர் உங்களுடைய வாழ்க்கையிலும் குடும்பத்திலும் பெரிய பெரிய காரியங்களை செய்வது. അതിനാണ് സീസൺ എന്ന വാക്ക് ബൈബിളിൽ ഉപയോഗിച്ചിരിക്കുന്നത്. அதற்கு தான் ஒரு காலம் என்ற வார்த்தை பைபிளிலே பயன்படுத்தப்பட்டிருக்கிறது. സഭാപ്രസംഗി പറയുന്നു എല്ലാത്തിനും ഒരു കാലം ദൈവം നിശ്ചയിച്ചിരിക്കുന്നു. பிரசங்கி சொல்லுகிறான் ஒவ்வொன்றுக்கும் ஒவ்வொரு காலம் உண்டு. ഹല്ലേലൂയ, ആമേൻ. വിതയ്ക്കാൻ ഒരു കാലമുണ്ടെങ്കിൽ കൊയ്യാൻ ഒരു കാലമുണ്ട്. விதைக்க ஒரு காலம் உண்டென்றால் அறுவடை செய்ய ஒரு காலம் உண்டு. കരയാൻ ഒരു കാലമുണ്ടെങ്കിൽ ചിരിക്കാൻ ഒരു കാലമുണ്ട്. அழ ஒரு காலம் உண்டென்றால் நகைக்க ஒரு காலம் உண்டு. ഹല്ലേലൂയ, ആമേൻ. കഷ്ടതയ്ക്ക് ഒരു കാലമുണ്ടെങ്കിൽ സ്വസ്ഥതയ്ക്ക് ഒരു കാലമുണ്ട്. കഷ്ടപ്പെട ഒരു കാലം ഉണ്ടെന്നാൽ വിടുതலை അനുഭവിക്കാൻ ഒരു കാലമുണ്ട്. ഹല്ലേലൂയ, ഹല്ലേലൂയ. കരങ്ങളെ ഉയർത്തിക്കൊണ്ട് ഹല്ലേലൂയ. ഹല്ലേലൂയ. ദൈവം ചില കാലങ്ങളും സമയങ്ങളും നമുക്ക് വേണ്ടി മാറ്റിവെച്ചിട്ടുണ്ട്. தேவன் சில காலங்களையும் வேளைகளையும் நமக்காக அமை மாற்றி வைத்திருக்கிறார். അതുകൊണ്ടാണ് ബൈബിൾ പറയുന്നത് കൊയ്ത്ത് കാലമെന്ന്. ஆகையால் தான் பைபிள் சொல்லுகிறது அறுவடையின் காலம். ആമേൻ, ஆமென். വിതയുടെ കാലം, விதைப்பின் காலம், കൊയ്യുന്ന കാലം, அறுவடை செய்கிற காலம். ഹല്ലേലൂയ. ആമേൻ. ഈ 2026 ചിലർക്ക് ഒരു കൊയ്ത്തിന്റെ കാലമാണ്. இந்த 2026 ஆண்டு அநேகருக்கு ஒரு அறுவடையின் காலம். ഹല്ലേലൂയ, ആമേൻ. എത്ര പേര് അതിന് ആമേൻ പറയുന്നു? எத்தனை பேர் அதற்கு ஆமென் என்று சொல்லுகிறீர்கள்? നിങ്ങൾ വിതച്ചതിന് മുഴുവനും കൊയ്യുന്ന ഒരു കാലമാണ്. நீங்கள் விதைத்தவைகளை எல்லாம் அறுவடை செய்கிற காலம். നിങ്ങൾ കൊടുത്തതിനെല്ലാം കൊയ്യുന്ന ഒരു കാലമാണ്. நீங்கள் கொடுத்தவற்றிற்கெல்லாம் அறுவடை செய்கிற നിങ്ങൾ காலம். ഉപവസിച്ചതിനും പ്രാർത്ഥിച്ചതിനും എല്ലാം കൊയ്യുന്ന ഒരു കാലമാണ്. நீங்கள் உபவாசித்ததற்கும் ஜெபித்ததற்கும் எல்லாம் அறுவடை செய்கிற காலம். ഹല്ലേലൂയ, കൊയ്ത്ത് കാലം സന്തോഷത്തിന്റെ കാലമാണ്. அறுவடை காலம் சந்தோஷமான காலம். അത് ആനന്ദത്തിന്റെ കാലമാണ്. அது ஆனந்தமான காலம். അത് വിത്ത് ആമേൻ സ്തോത്ര കളപ്പുരയിൽ നിറയ്ക്കുന്ന കാലമാണ്. அது வித்து களஞ்சியத்தில் சேர்க்கிறதான காலம். ഹല്ലേലൂയ, ஹல்லேலூயா. ആത്മാക്കളെ കൊയ്യുന്ന കാലമാണ്. ஆத்துமாக்களை அறுவடை செய்கிற காலம். ഹല്ലേലൂയ. ഹല്ലേലൂയ. ഈ സഭയോട് ഇന്ന് വന്നവരോട് പരിശുദ്ധാത്മാവ് இந்த സംസാരിക്കുന്നു. சபையோடு கூடி வந்த மக்களோடு பரிசுத்தாவியானவர் பேசுகிறார். ഇത് കൊയ്ത്തിന്റെ നേരമാണ്. இது அறுவடையின் நேரம். ഹല്ലേലൂയ. ஹல்லேலூயா. Are you ready for harvest? നിങ്ങൾ കൊയ്ത്തിന് വേണ്ടി ഒരുങ്ങിയിട്ടുണ്ടോ? நீங்கள் அறுவடைக்காய் ஆயத்தப்பட்டிருக்கிறீர்களா? ഹല്ലേലൂയ. ஆமென். ഈ വർഷത്തിന്റെ 2ാം മാസം 8ാം തീയതി ആയിരിക്കുന്നു. இந்த ஆண்டின் 2ஆம் மாசம் 8ஆம் தேதியா இருக்கிறது. 2ാം മാസം 8ാം തീയതി ആയിരിക്കുന്നു. 2ஆம் மாசம் 8ஆம் தேதியா இருக்கிறது. ഹല്ലേലൂയ. ஆமென். ഓരോ മിനിറ്റുകളും വിലപ്പെട്ടതാണ്. ஒவ்வொரு நிமிடங்களும் விலையேற பெற்றது. ഹല്ലേലൂയ. ஆமென். സമയത്തിന്റെ കാര്യത്തിൽ ദൈവത്തിന് ഫേവറേറ്റുകളില്ല.
ആമേൻ. സമയത്തിന്റെ കാര്യത്തിൽ ദൈവത്തിന് പ്രത്യേക ആൾക്കാര് വ്യത്യാസമില്ല. സമയത്തിൻ വിഷയത്തിൽ ദേവനാകിയ കർത്തർക്ക് വേറുപാടുകൾ ഒന്നുമില്ല. നരേന്ദ്രമോദിക്ക് കൊടുത്ത അതേ സമയമാണ് നമുക്ക് തന്നിരിക്കുന്നത്. നരേന്ദ്രമോദി അവർക്ക് കൊടുത്തതാണ് അതേ നേരം தான் நமக்கு கிடைத்திருக்கிறது. സോണിയാഗാന്ധിക്ക് കൊടുത്ത അതേ നേരമാണ് നമുക്ക് തന്നിരിക്കുന്നത്. സോണിയ ഗാന്ധിക്ക് കൊടുത്തതാണ് അതേ നേരം தான் நமக்கும். അവർ രാജ്യത്തിന്റെ കാര്യം നോക്കുന്നു, അവர்கள் ദേശത്തിൻ കാര്യത്തെ നമ്മൾ பார்க்கிறார்கள், ദൈവത്തിന്റെ കാര്യം നോക്കുന്നു. നാം ദേവനുடைய കാര്യങ്ങളെ பார்க்கிறோம். അതുകൊണ്ടാ പറഞ്ഞ സമയത്തിന്റെ കാര്യത്തിൽ പ്രത്യേകതകളില്ല ആരോടും. ஆகையினால தான் சொன்னது സമയത്തിൻ കാര്യങ്ങൾക്ക് ദേവനുക്ക് யாரோடும் விசேஷமான தன்மை ஒன்றுமில்லை. നിങ്ങൾ എങ്ങനെയാണ് ദൈവം തന്ന സമയത്തെ കൈകാര്യം ചെയ്യുന്നത്? நீங்கள் எப்படி தேவன் தந்த நேரத்தை பயன்படுத்துகிறீர்கள்? ഹല്ലേലൂയ, ஆமென். ഹല്ലേലൂയ. ദൈവത്തിന് സമയം കൊടുത്താൽ സമയം ദൈവം തിരിച്ചു തരും. தேவனுக்காக சமயம் செலவிட்டால் தேவன் நேரத்தை நமக்கு ஈவாய் தருவார். നിങ്ങൾ പൈസ കൊടുത്താൽ തിരിച്ചു തരുമെങ്കിൽ സമയം കൊടുത്താൽ തിരിച്ചു തരും. நீங்கள் பணம் கொடுத்தால் திரும்ப தருவார் என்றால் நேரத்தை கொடுத்தாலும் தருவார். ഹല്ലേലൂയ, ആമേൻ. മിനിസ്ട്രിക്കകത്ത് ഏറ്റവും വലിയ ഇൻവെസ്റ്റ്മെന്റ് ആണ് സമയത്തെ കൊടുക്കുക. ஊழியத்திலே பொருளாதார ஒரு சேமிப்பு தான் சமயம் கொடுப்பது. പ്രാർത്ഥനയും ഉപവാസവും കാത്തിരിപ്പും. ஜெபம், உபவாசம், காத்திருப்பு. അങ്ങനെ കാത്തിരിപ്പിന്റെ ഒടുവിലാണ് ദൈവം നമ്മളെ ശക്തിയോട് ഉപയോഗിക്കുന്നത്. காத்திருப்பதின் அந்த முடிவு நேரத்தில் தான் தேவன் நம்மை வல்லமையாய் பயன்படுத்துவது. യേശു 30 വർഷം കാത്തിരുന്നു. இயேசு 30 வருடங்கள் காத்திருந்தார். മോശ 80 വർഷം കാത്തിരുന്നു. மோசே 80 வருஷம் காத்திருந்தார். അവനെ 40 വർഷം ദൈവം ഉപയോഗിച്ചു. அவரை 40 வருஷங்கள் தேவன் பயன்படுத்தினார். യേശുവിനെ 3.5 വർഷം ദൈവം ഉപയോഗിച്ചു. இயேசுவை 3.5 வருடங்கள் பயன்படுத்தினார். ആമേൻ. കവലപ്പെടാതെ നീ കാത്തിരിക്കണം. கவலைப்படாமல் காத்திருக்க வேண்டும். ദൈവം നിന്നെ ഒരു നാളിൽ ഉപയോഗിക്കും. ஆண்டவர் ஒரு நாள் உன்னை பயன்படுத்துவார். നിന്നെ അഗ്നി കഷണമായി ദൈവം ഉപയോഗിക്കും. உன்னை ஒரு அக்கினி கண்டமாய் தேவன் பயன்படுத்துவார். അഭിഷേക ശക്തിയോടെ ദൈവം നിന്നെ ഉപയോഗിക്കും. அபிஷேகத்தின் வல்லமையோடு கர்த்தர் உன்னை பயன்படுத்துவார். നിന്റെ സീസൺ വരാൻ പോകുന്നു. உன்னுடைய வேளை வரப்போகிறது. ഓ ഹല്ലേലൂയ. കരങ്ങൾ ഉയർത്തി ആമേൻ പറഞ്ഞാട്ടാ. ஆமென், ஆமென். ഹല്ലേലൂയ. ஹல்லேலூயா. ഫുട്ബോളിന്റെ ഇതിഹാസമാണ് ആ മെസ്സി എന്ന് പറയുന്ന കളിക്കാരൻ. ஃபுட்பாலின் பெயர் பெற்ற மனுஷன் தான் மெஸ்ஸி என்று சொல்லுகிற மனுஷன். മെസ്സിക്ക് ഒരു കാലഘട്ടമുണ്ട്. அவனுக்கு ஒரு காலம் இருந்தது. ഇന്നും മെസ്സിക്ക് മുകളിൽ ഒരാൾ വന്നിട്ടില്ല. இன்று அவனை மேற்கொள்ள ஒருவன் எழும்பவில்லை. അതിനു മുമ്പിൽ മറഡോണ എന്ന് പറഞ്ഞൊരു മനുഷ്യനുണ്ടായിരുന്നു. அதுக்கு முன்பு மாரடோனா என்று சொல்லுகிற ஒருவன் ഉണ്ടായിരുന്നു. അതിനു മുമ്പ് പെലെ എന്ന് പറഞ്ഞ ഒരാളുണ്ടായിരുന്നു. அதுக்கு முன்பு பெலே என்று சொல்லுகிற ஒருவர் இருந்தார். അവരുടെ കാലത്തിൽ അവരുടെ സീസണിൽ അവർക്ക് മീതെ വേറൊരാളില്ല. அவர்களுடைய நாட்களில் அந்த சமயங்களில் அவரை மேற்கொள்ள வேறொருவர் இல்லை. ദൈവം ഒരു സീസൺ തുറക്കാൻ പോകുന്നു എന്ന് പറഞ്ഞാൽ தேவன் ஒரு காலத்தை ஆரம்பிக்க போகிறார் என்றால் നിന്നെ ദൈവം ഏറ്റവും ടോപ്പിൽ എത്തിക്കാൻ ഇടയാകും. உன்னை மிகவும் உயர்ந்த நிலைமையிலே கொண்டு வர போகிறார். ഹല്ലേലൂയ. ஹல்லேலூயா. നിന്റെ സഭയെ ദൈവം ഏറ്റവും ഉയർന്ന നിലയിൽ കൊണ്ടുവരും. உன்னுடைய ஊழியத்தை தேவன் மிகவும் உன்னதமான நிலைமையிலே உயர்த்துவார். പേരിനെ ദൈവം ഏറ്റവും മുകളിൽ നിലയിൽ കൊണ്ടുവരും. உன்னுடைய பெயரை மிகவும் பிரசித்தம் உள்ளதாய் மாற்றுவார். എത്ര പേർ വിശ്വസിക്കുന്നു എന്റെ കാലം ദൈവം തുറക്കാൻ പോകുകയാണ്? எத்தனை பேர் நம்புகிறோம் என் காலத்தை தேவன் துறக்க போகிறார். എന്റെ സമയത്തെ ദൈവം തുറക്കാൻ പോകുകയാണ്. என்னுடைய நேரத்தை கர்த்தர் துறக்க போகிறார். എന്റെ കാത്തിരിപ്പിനെ ദൈവം അവസാനിപ്പിക്കാൻ പോകുകയാണ്. என்னுடைய காத்திருப்புக்கு ஒரு முடிவை உண்டு பண்ண போகிறார். കരങ്ങളെ തൂക്കി ഹല്ലേലൂയ. ஹல்லேலூயா. ദൈവം ചിലരുടെ ജീവിതത്തിനകത്തൊരു തുറവി ഉണ്ടാകാൻ പോകുകയാണ്. தேவனாகிய கர்த்தர் சிலருடைய வாழ்க்கையிலே ஒரு திறப்பை உண்டு பண்ண போகிறார். ഹല്ലേലൂയ. ഞാൻ ആ ശബ്ദം കേൾക്കുകയാണ്. அந்த சத்தத்தை நான் உணர்கிறேன். പരിശുദ്ധാത്മാവിൽ ഞാൻ ആ ശബ്ദത്തെ കേൾക്കുകയാണ്. பரிசுத்த ஆவியானவரால் அந்த சத்தத்தை நான் உணர்கிறேன். 2026 നിങ്ങളുടെ സമയമാണ്. 2026 ஆண்டு உங்களுடைய நேரமா இருக்கிறது. എഴുന്നേറ്റ് പ്രകാശിക്ക. எழும்பி பிரகாசி. ആമേൻ. യഹോവ നിന്റെ മേൽ ഉദിച്ചിരിക്കുന്നു. கர்த்தருடைய மகிமை உன்மேல் வெளிப்பட்டிருக்கிறது. ഹല്ലേലൂയ. ஹல்லேலூயா. Glory to God. ஆமென். ഇനിയും നീ കിടന്നുറങ്ങരുത്. இனி படுத்து தூங்க கூடாது. ഇനി നീ പിന്മാറ്റത്തിൽ പോകരുത്. இனி நீ பின்மாறி போக கூடாது. ദൈവത്തിന് ഇഷ്ടമില്ലാത്തത് ചെയ്യരുത്. தேவனுக்கு விருப்பமற்ற காரியங்களை செய்ய கூடாது. This is your time. இது உன்னுடைய வேலையா இருக்கிறது. നീ എഴുന്നേൽക്കേണ്ട സമയമായി. நீ எழும்ப வேண்டிய நேரமா இருக்கிறது. ദൈവത്തിന് വേണ്ടി പ്രയോജനപ്പെടേണ്ട സമയമായി. தேவனுக்காக நீ பயன்பட வேண்டிய நேரமா இருக்கிறது. ഞാൻ ഈ വർഷത്തിന് വേണ്ടി പ്രാർത്ഥിച്ചപ്പോൾ இந்த ஆண்டிற்காக நான் ஜெபித்த போது ദൈവത്തിന്റെ ആത്മാവ് എന്നോട് പറഞ്ഞു, கர்த்தருடைய ஆவியானவர் சொன்னார், വലിയ കൊയ്ത്ത് സംഭവിക്കാൻ പോകുകയാണ്. பெரிய அறுவடை நடக்க போகிறது. 1000-10,000 കൂടുന്ന സഭകൾ ഇന്ത്യയിൽ ഉണ്ടാകാൻ പോകുകയാണ്. 1000-10,000 பேர் கூடி வருகிற சபைகள் இந்தியாவில் உண்டாக போகிறது. നിങ്ങൾക്കറിയണോ, ആഫ്രിക്കയിൽ ഒരു ചർച്ചിൽ 70 ലക്ഷം വിശ്വാസികളുണ്ട്. ஆப்பிரிக்காவிலே ஒரு சபையில் 70 லட்சம் விசுவாசிகள் இருக்கிறார்கள். ഹല്ലേലൂയ. ஆமென். നമുക്ക് നോക്കിയാൽ കണ്ണെത്തത്തില്ല. நமக்கு பார்ப்பதற்கு எட்டாது.
അവിടെ സ്തോത്ര കാഴ്ച ബാങ്കിലാണ് കൊടുക്കുന്നത്. அங்கே காணிக்கை பேங்கில் செலுத்துவார்கள். ഇവിടെ കൊടുക്കുന്ന പോലെ കമ്പിലും തുണിയിലും ഒന്നുമല്ല. இங்கே கொடுக்கிறது போல கம்பிலும் துணியிலும் ஒன்றுமல்ல. കയറി വരുന്നവർ സ്തോത്ര കാഴ്ച ദശാംശം ബാങ്കിൽ ആമേ കുത്തിയതിനു ശേഷം ഇടുക, റെസിപ്റ്റ് വാങ്ങിക്കുക, പോകുക. கடந்து வருகிறவர்கள் காணிக்கை தசம பாகங்களை அப்படியே வந்து அந்த இதிலே ஆமே சோதரம் ബാങ്ക് പോன்ற அந்த അനുഭവങ്ങളിലെ செலுத்தி விட்டு உள்ளே போவார்கள். ഹല്ലേലൂയ, ആമേൻ. അങ്ങനെ ഭൂമിയിൽ നടക്കുന്നുണ്ട്. அப்படியும் ഭൂമിയിൽ നടக்கிறது. ഹല്ലേലൂയ, ആമേൻ. ദൈവം നമ്മുടെ സിദറാൾ എന്ന് പറഞ്ഞ ഈ സ്ഥലത്തും ചെയ്യാൻ വിശ്വസ്തനാണ്. தேவன் இந்த சிதறால் சபையிலும் செய்ய உண்மையுள்ளவர். തമിഴ്നാട്ടിൽ വലിയ വലിയ ചർച്ചുകളുണ്ട്. தமிழ்நாட்டில் பெரிய பெரிய சபைகள் இருக்கிறது. പാസ്റ്റർ ഡി മോഹന്റെ ചർച്ചിൽ വലിയ ചർച്ചാണ്. பாஸ்டர் டி மோகன் அவர்களுடைய சபை பெரிய சபை. ലോ മോഹൻ സി ലാസറിന്റെ അടുത്ത് ഒരുപാട് ജനം കടന്നു വരുന്നുണ്ട്. கர்த்தருடைய தாசர் மோகன் சி லாசரின் அவர்களிடத்திலே अनेक ஜனங்கள் வருகிறார்கள். பெரிய கூட்டங்களை ദൈവം ഈ ദിവസങ്ങളിൽ ആമേൻ സ്തോത്രം വിടുവിച്ചുകൊണ്ടിരിക്കുകയാണ്. பெரிய கூட்டங்கள் நடத்தி விடுதலையை தேவன் செய்து கொண்டிருக்கிறார். വലിയ കൊയ്ത്ത് സംഭവിക്കാൻ പോകുകയാണ്. பெரிய அறுவடை நடக்க போகிறது. കാരണം യേശുവിനെ കൂടാതെ ആർക്കും ജീവിക്കാൻ പറ്റില്ല. காரியம் இயேசு இல்லாமல் ஒருவரும் வாழ முடியாது. കരങ്ങളെ തൂക്കി ഹല്ലേലൂയ, ஹல்லேலூயா. യേശുവിനെ കൂടാതെ ആർക്കും ജീവിക്കാൻ പറ്റില്ല. என்னை அன்றி உங்களாலே ஒன்று செய்ய முடியாது என்று சொன்னார் இயேசு. യേശു തന്നെ വഴിയും സത്യവും ജീവനുമാകുന്നു. அவரே வழியும் சத்தியமும் ஜீவனுமா இருக்கிறார். ഹല്ലേലൂയ, ആമേൻ. ഇന്ന് രാത്രിയിലെ കടസി രാത്രി നിങ്ങളോട് പറയാൻ ദൈവം എന്നെ ഏൽപ്പിച്ച ദൂതിലേക്ക് വരികയാണ്. இந்த கடைசி இரவு வேளையிலே எனக்கு உங்களோடு பேசுவதற்கு கர்த்தர் எனக்கு ஒப்பு கொடுத்த தூதருக்கு கடந்து வருகிறேன். ആമേൻ. പോൾ യോങ്ങിച്ചോടെ ചർച്ചിൽ 10 ലക്ഷം ആൾക്കാരുണ്ട്. പോൾ യോങ്ങിച്ചോ എന്ന ദേവ മനുഷ്യരുടെ സഭയിലെ 10 ലക്ഷം വിശ്വാസികളുണ്ട്. ഹല്ലേലൂയ, ആമേൻ. ഭയങ്കര കാര്യങ്ങളെ ദൈവം ഭൂമിയിൽ ചെയ്യുകയാണ്. பெரிய காரியங்களை கர்த்தர் பூமியிலே நடப்பிக்கிறார். 7 പേരെ കൊണ്ട് ആരംഭിച്ചതാണ് പോൾ യോങ്ങിച്ചോടെ സഭ. 7 പേരെ കൊണ്ട് ആരംഭിച്ചതാണ് പോൾ യോങ്കിച്ചോ എന്ന ദേവ മനുഷ്യരുടെ സഭ. അസംബ്ലീസ് ഓഫ് ഗോഡിന്റെ ഏറ്റവും വലിയ ചർച്ചാണ്. ഏജി സഭയുടെ മിക പെരിയ സഭ. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഏറ്റവും വിരോധമുള്ള രാജ്യങ്ങളിൽ ദൈവത്തിന്റെ ഉണർവുകൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നു. மிக வினோதமான നാടുകളിലെ കർത്തരുടെ பெரிய காரியங்கள் நடந்து கொண்டிருக்கிறது. നിങ്ങൾ ഇപ്പോൾ ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ പത്രങ്ങളിൽ വായിച്ചത് കണ്ടോ? கழிந்த நாட்களிலே நீங்கள் நியூஸ் பேப்பர்களிலே வாசித்திருப்பீர்கள். കംപ്ലീറ്റ് മുസ്ലിം രാജ്യമാണ് ഇറാൻ. மொத்தம் മുസ്ലിംകൾ ഉള്ളടക്കപ്പെട്ട ദേശം தான் ഈറാൻ. പക്ഷെ മുസ്ലിം രാജ്യത്തിലും ഹിഡൻ ചർച്ചുകൾ, സീക്രട്ട് ചർച്ചുകൾ ഒരുപാടുണ്ട്. ஆனால் அந்த നാട്ടിലെയും രഹസ്യമായി കർത്തരെ ആരാധിക്കുന്ന അനേക സഭകളുണ്ട്. ഇന്തോനേഷ്യ ഒരു മുസ്ലിം രാഷ്ട്രമാണ്. ഇന്തോനേഷ്യ ഒരു മുസ്ലിം നാട്. പക്ഷെ 20,000 25,000 പേര് കൂടുന്ന ചർച്ച അവിടെ ഉണ്ട്. ஆனால் 20,000 25,000 പേർ കൂടി ആരാധിക്കുന്ന സഭകൾ ഇന്തോനേഷ്യാവിലുണ്ട്. ഇത് ഹാർവെസ്റ്റിന്റെ സമയമാണ്. ഇത് ഒരു பெரிய அறுவடை எழுப்புதலின் நாட்கள். വിശ്വസിക്കുന്നവർ ഇതിനകത്തുണ്ടോ? அதை நம்புகிறவர்கள் இருக்கிறீர்களா? ഇത് കൊയ്ത്തിന്റെ ഒരു കാലമാണ്. இது அறுவடையின் காலமா இருக்கிறது. ഹല്ലേലൂയ, ஹல்லேலூயா. എഴുന്നേറ്റ് കൊയ്ത് കൂട്ടുക. எழும்பி அறுவடை செய்து கூட்டுவோம். ആമേൻ, ആമേൻ. ഇന്ന് രാത്രികാലം പരിശുദ്ധാവിയാണവർ നിങ്ങളോട് സംസാരിക്കുന്നു. இந்த இரவு வேளையிலே பரிசுத்த ஆவியானவர் உங்களோடு பேசுகிறார். നിങ്ങളുടെ സമയത്തെ നഷ്ടപ്പെടുത്തരുത്. உங்களுடைய நேரத்தை நீங்கள் வீணடிக்க கூடாது. നിങ്ങളുടെ സമയം ദൈവത്തിന് വേണ്ടി കൊടുക്കുക. உங்களுடைய സമയ നേരத்தை தேவனுக்கு கொடுங்க. ദൈവത്തിന് വേണ്ടി കൊടുക്കാൻ പറ്റുന്ന ഏറ്റവും വലിയ ദാനം സമയമാണ്. கர்த்தருக்காக நாம் கொடுக்கிற மிகப்பெரிய ஈவு என்றால் அது நேரம்தான். നിങ്ങളുടെ പൈസയേക്കാൾ വലുതാണ് നിങ്ങളുടെ സമയം. நீங்கள் கொடுக்கிற பணத்தை விட விலையேறப்பட்டது நேரம். അതുകൊണ്ട് ഒരു സ്ത്രീ ആലയം വിടാതെ 84 വർഷം പ്രാർത്ഥിച്ചു. ஆகையினால ஆலயத்தை விட்டு மாறாமல் ஒரு ஸ்திரீ 84 ஆண்டுகள் இருந்தார்கள் தேவாலயத்திலே. ഹല്ലേലൂയ, ഹല്ലേലൂയ. ലൂക്കോസ് 2 എഴുതിയിട്ടുണ്ട്. லூக்கா சுவிசேஷம் 2ஆம் அதிகாரத்தில் எழுதப்பட்டிருக்கிறது. 7 വർഷം മാത്രമേ കുടുംബത്തോടു കൂടെ ജീവിച്ചോളൂ. அவள் புருஷனோடு கூட 7 வருஷங்கள் தான் வாழ்ந்தாள். ബാക്കി 84 ഇയേഴ്സ് അവൾ ആലയം വിടാതെ പ്രാർത്ഥിച്ചു. பாக்கி 84 ஆண்டுகள் ஆலயத்தை விட்டு விடாமல் அங்கே தங்கி இருந்தாள். ഹല്ലേലൂയ, ஹல்லேலூயா. കരങ്ങളെ ഉയർത്തി ஹல்லேலூயா. ഇന്ന് രാത്രി പരിശുദ്ധാത്മാ പറയുന്നു, ഗിവ് യുവർ ടൈം. നിങ്ങളുടെ സമയത്തെ ദൈവത്തിന് കൊടുക്കുക. இந்த இரவுகளிலே பரிசுத்த ஆவியானவர் சொல்லுகிறார், உங்களுடைய நல்ல நேரத்தை கர்த்தருக்கு கொடுங்கள். ഹല്ലേലൂയ, ஆமென். ഹല്ലേലൂയ. ஆமென். അതിനേക്കാൾ വലിയ ദാനം വേറെ ഇല്ല ദൈവത്തിന്. அதை விட பெரிய தானம் வேற ஒன்றுமில்லை தேவனாய் கர்த்தருக்கு ഇന്ന് கொடுப்பது. രാത്രി നിങ്ങളോട് എന്ത് സംസാരിക്കണമെന്ന് ഞാൻ പ്രാർത്ഥിച്ചപ്പോൾ இந்த இரவு வேளையிலே உங்களோடு என்ன பேச வேண்டும் என்று நான் ஜெபித்த போது ദൈവം എന്നോട് പറഞ്ഞു, ദൈവരാജ്യത്തെ സംബന്ധിച്ച് സംസാരിക്കാൻ. கர்த்தரோடு சொன்னார், தேவ ராஜ்யத்தை தொடர்புபடுத்தி பேச. മത്തായി സുവിശേഷം 6-ാം അധ്യായം 33-ാം വാക്യം വായിക്കാം. மத்தேயு சுவிசேஷம் 6ஆம் அதிகாரத்தில் 33ஆம் வசனம். முதலாவது தேவனுடைய ராஜ்யத்தையும் அவருடைய நீதியையும் தேடுங்கள், அப்பொழுது இவைகளெல்லாம் உங்களுக்கு கூட കൊടുക്കപ്പെടും. ആമേൻ. അവന്റെ രാജ്യവും നീതിയും അന്വേഷിപ്പിൻ, അതോടുകൂടെ ഇതൊക്കെയും നിങ്ങൾക്ക് കിട്ടും. ഹല്ലേലൂയ, ഹല്ലേലൂയ, ஹல்லேலூயா. ഹല്ലേലൂയ. ஹல்லேலூயா.
ഹല്ലേലൂയ. ഈ വാക്യം അറിയാത്തവരാരും തന്നെ ഈ ചർച്ചിലില്ല. இந்த வசனம் தெரியாத ஒருவர் கூட இந்த சபையிலே இல்லை. പക്ഷേ ഈ വാക്യത്തിന്റെ അർത്ഥം വളരെ ആഴമുള്ളതാണ്. இந்த வசனத்தின் அர்த்தம் மிக ஆழமானது. മുമ്പേ അവന്റെ രാജ്യവും നീതിയും അറിയണം. முதலாவது தேவனுடைய ராஜ்யமும் நீதியும் நாம் தெரிந்திருக்க வேண்டும். അതോട് കൂടെ സകലവും നിങ്ങൾക്ക് നൽകപ്പെടും. அதோடு சேர்த்து எல்லாம் உங்களுக்கு கிடைக்கும். ഹല്ലേലൂയ. ஹல்லேலூயா. ചേർന്ന് ഹല്ലേലൂയ. எல்லாரும் சேர்ந்து சொல்லுவோம் ஹல்லேலூயா. ഇതൊരു കൺവെൻഷൻ ആണ്, പക്ഷെ എല്ലാവരും വിശ്വാസികളാണ്. இது ஒரு கன்வென்ஷன், ஆனால் இங்க கூடி இருக்கிற எல்லாரும் விசுவாசிகள். അവിശ്വാസികൾ വളരെ കുറവേ ഉള്ളൂ. விசுவாசிகள் ரொம்ப கொஞ்சம் பேர் தான். പക്ഷെ ഒരു നല്ല വചനം കേൾക്കുമ്പോൾ നിങ്ങൾ ദൈവത്തിന് സ്തോത്രം ஒரு ചെയ്യണം. நல்ல வார்த்தை உங்கள் இருதயத்தில் விழும்போது நீங்கள் நல்ல கர்த்தரை துதிக்க வேண்டும். നിങ്ങളുടെ ആത്മാവിനെ തൊടുന്ന ദൂത് സംസാരിക്കുമ്പോൾ നിങ്ങൾ എഴുന്നേറ്റ് നിന്ന് ദൈവത്തിന് സ്തോത്രം ചെയ്യണം. உங்களுடைய ஆத்துமாவை தொடுகிறதான ஒரு ஆலோசனை வரும்போது நீங்கள் எழும்பி வேண்டும் என்றால் கர்த்தரை துதிக்க வேண்டும். ഇംഗ്ലീഷുകാരുടെ ഇടയിൽ പ്രസംഗിക്കുമ്പോൾ ഭയങ്കര റെസ്പോൺസ് ആണ്, ഭയങ്കര പ്രതികരണമാണ്. இங்கிலீஷ் காரர்களுடைய மத்தியிலே பிரசங்கம் பண்ணும்போது அவர்கள் ஆமை சோதர திரும்பி ரிப்ளை பண்ணுவது ரொம்ப அதிகம். നമ്മളൊരു നല്ല കാര്യം പറയുമ്പോൾ അവർ എഴുന്നേറ്റ് നിന്ന് കൈയടിക്കും. நாம் ஒரு நல்ல காரியத்தை சொல்லும்போது அவர்கள் சந்தோஷத்தின் மிகுதியினால் எழும்பி நின்று கை தட்டுவார்கள். നിങ്ങൾ ഒരു കാര്യം നല്ലത് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് അവർ താങ്ക്സ് പറയും. நீங்கள் ஒரு நல்ல காரியம் செய்யும்போது உங்களுக்கு நன்றி சொல்லுவார்கள். ഒരു തെറ്റായ കാര്യം പറഞ്ഞാൽ പെട്ടെന്ന് സോറി പറയും. ஒரு தவறான காரியத்தை செய்தால் சீக்கிரம் மன்னித்து கொள்ளுங்கள் என்பார்கள். ഒന്ന് ചുമച്ചാൽ അവർ സോറി പറഞ്ഞിട്ടാ ചുമക്കുന്നത്. அவர்கள் அதவா ஒரு சுமை வந்தால் சோரி என்று சொல்லிவிட்டு அப்படி சுமைப்பார்கள். നമ്മൾ 50 പ്രാവശ്യം ചുമച്ചാലും സോറി പറയത്തില്ല. நாம் 50 தடவை சுமைத்தாலும் மன்னிப்பு என்று சொல்ல மாட்டோம். ചവിട്ടിയാലും സോറി പറയത്തില്ല. மிதித்தாலும் மன்னிப்பு என்று சொல்ல மாட்டோம். തള്ളിയാലും സോറി പറയത്തില്ല. அப்படி பிடித்து தள்ளினாலும் மன்னிப்பு என்று சொல்ல மாட்டோம். നമുക്ക് അങ്ങനെ ഒരു കൾച്ചർ ഇല്ല. நமக்கு அப்படிப்பட்டதான ஒரு படிப்பிதம் இல்லை. ഹല്ലേലൂയ. ആമേൻ. അപ്രീസിയേഷൻ ചെയ്യാൻ പഠിക്കണം. ബഹുമാനം നാം കற்றுകൊള്ള വേണ്ടും. ഒരു സ്ത്രീ 300 വെള്ളിക്കാശിനുള്ള പെർഫ്യൂമിന്റെ ബോട്ടിൽ പൊട്ടിച്ച് യേശുവിന്റെ കാൽക്കൽ ഒഴിച്ചു. ഒരു സ്ത്രീ விலையேறப்பட்ட என்று சொன்னால் 300 பணம் விற்கும் அந்த பரிமளத்தை தைலத்தை உடைத்து இயேசுவின் பாதத்திலே ஊற்றினாள். യേശു അവളെ ബഹുമാനിച്ചു സംസാരിച്ചു. യേശു അവളെ ഗാനം பண்ணி பேசினார். ഹല്ലേലൂയ. ഹല്ലേലൂയ. ഈ വചനം നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ? அந்த வசனம் உங்களுக்கு ஞாபகம் இருக்கிறதா? അവളെ വിമർശിച്ച് സംസാരിച്ചു ചിലര്. அவளை சிலர் புச்சமாக பேசினார்கள். പക്ഷേ യേശു അവളെ അപ്രീഷിയേറ്റ് ചെയ്തു സംസാരിച്ചു. യേശു അവളെ ഗാനപ്പെടുത്തി பேசினார். ഇവൾ എങ്കിൽ നല്ല കാര്യം അത്രേ ചെയ്തത്. ഇവൾ എന്നിൽ നല്ല ക്രിയ ചെയ്തിരിക്കുകയാണ്. ഹല്ലേലൂയ. ആമേൻ. ആര് നല്ല കാര്യം ചെയ്താലും അവരെ അപ്രീഷിയേറ്റ് ചെയ്യണം. யார் நல்ல காரியம் செய்கிறார்களோ அவர்களை கனம் பண்ண வேண்டும். ഹല്ലേലൂയ. ഹല്ലേലൂയ. അതൊരു നല്ല സ്വഭാവമാണ്. അതൊരു നല്ല പഴക്കവഴക്കം. താങ്ക് യു ബ്രദർ. நன்றி சகோதரா. ദൈവം നിന്നെ അനുഗ്രഹിക്കട്ടെ. ஆண்டவர் உன்னை ஆசீர்வதிப்பாராக. സോറി ബ്രദർ. மன்னித்துக் கொள்ளுங்கள் சகோதரா. ഞാൻ ചെയ്തത് തെറ്റായി പോയി. நான் ஒரு தவறு செய்து விட்டேன். ഹല്ലേലൂയ. ആമേൻ. ഇന്ന് രാത്രികാലം ശ്രദ്ധിച്ചാട്ട്. கவனியுங்கள். ആമേൻ. ദൈവരാജ്യം എന്നതിനെ കുറിച്ച് നിങ്ങൾ ഒത്തിരി കാര്യം അറിയണം. தேவனுடைய ராஜ்யம் என்பதை பற்றி நாம் अनेक காரியங்களை தெரிந்திருக்க வேண்டும். ഞാൻ പറഞ്ഞത് ഈ ദൂത് കേട്ടോണ്ടിരിക്കുമ്പോൾ നിങ്ങളുടെ ആത്മാവിനെ തൊടുമ്പോൾ നിങ്ങൾ പ്രതികരിച്ച് ദൈവത്തെ സ്തുതിക്കണം. இந்த பிரசங்கத்தை நீங்கள் கேட்டுக்கொண்டிருக்கும் போது பரிசுத்த ஆவியானவர் உங்களை தொடுகிற விஷயத்தில் நீங்கள் திரும்பி ஸ்தோத்திரம் அல்லேலூயா என்று எப்படி ஆவியானவர் ஏகுறாரோ அப்படி செய்ய வேண்டும். ആമേൻ. ആമേൻ. ബൈബിളിൽ ഏതാണ്ട് 100-ലധികം പ്രാവശ്യം രാജ്യം എന്ന വാക്ക് ഉപയോഗിച്ചിട്ടുണ്ട്. ബൈബിളിൽ ഏറെക്കുറെ 100-ലധികം തടവേ രാജ്യം എന്ന വാർത്ത ഉപയോഗപ്പെടുത്തപ്പെട്ടിരിക്കുന്നത്. ദൈവരാജ്യം എന്ന വാക്ക് പുതിയ നിയമത്തിൽ ഒരുപാട് സ്ഥലങ്ങളിൽ ഏതാണ്ട് 49-50-ലധികം പ്രാവശ്യം ഉപയോഗിച്ചിട്ടുണ്ട്. தேவனுடைய ராஜ்யம் என்ற பதம் புதிய ஏற்பாட்டிலே ஏறக்குறைய 49-50 தடவை உபயோகப்படுத்தப்பட்டிருக்கிறது. മുഴു ബൈബിളിൽ ഏതാണ്ട് 100-ലധികം പ്രാവശ്യം ഉപയോഗിച്ചിട്ടുണ്ട്. முழு பைபிளிலும் ஏறக்குறைய 100க்கு அதிகமான தடவை உபயோகப்படுத்தப்பட்டிருக்கிறது. ഹല്ലേലൂയ. ഹല്ലേലൂയ. യേശു പറയുന്നു, മുമ്പേ എന്റെ രാജ്യവും നീതിയും അന്വേഷിക്കണം. கர்த்தராகிய இயேசு சொன்னார், முதலாவது தேவனுடைய ராஜ்யத்தையும் அவருடைய நீதியையும் தேடுங்கள். എന്തിനാണ് യേശു ആ വാക്ക് ഉപയോഗിച്ചത്? ஏன் கர்த்தர் அந்த வார்த்தையை உபயோகப்படுத்தினார்? ദൈവം എന്തിനാ തന്റെ മിനിസ്ട്രിയിൽ ഏറ്റവും കൂടുതൽ ദൈവരാജ്യം എന്ന പദം ഉപയോഗിച്ചത്? கர்த்தராகிய தேவன் ஏன் தன்னுடைய ஊழியத்திலே தேவனுடைய ராஜ்யம் என்ற வார்த்தையை அநேகம் தடவை உபயோகப்படுத்தினார்? നിങ്ങൾ തെറ്റിദ്ധാരണ ഉണ്ടാകരുത് ഞാൻ ഈ പറയുന്ന വാക്കിൽ. തെറ്റാன தவறான எண்ணங்கள் உங்களுக்கு உண்டாகக்கூடாது. പാസ്റ്റർമാർക്ക് തെറ്റിദ്ധാരണ ഉണ്ടാകരുത്. പാസ്റ്റർമാരും തവറാന വിധത്തിലെ ചിന്തിക്ക കൂടാതെ. യേശു ശുശ്രൂഷയിൽ അധികം ഉപയോഗിച്ചത് രക്ഷപ്പെടണമെന്ന വാക്കല്ല ഉപയോഗിച്ചത്. യേശു തമ്മുടെ പ്രസംഗത്തിലെ അധികമായി பயன்படுத்தினது രക്ഷിപ്പോ രക്ഷിക്കപ്പെട வேண்டும் എന്ന വാർത്തകളെ അല്ല.
ആമേൻ. ആമേൻ. പക്ഷേ മറിച്ചവൻ രാജ്യത്തെ കുറിച്ചാണ് സംസാരിച്ചത്. ആ നേരെ തിരുപ്പി രാജ്യത്തെ കുറിച്ച് അധികമായി പേസിനാർ. യേശു അധികം രക്ഷയെ കുറിച്ചുമല്ല തന്റെ മിനിസ്ട്രിയിൽ പറഞ്ഞത്. യേശു നമ്മുടെ ഊഴിയ കാലങ്ങളിലെ രക്ഷിപ്പை குறித்தല്ല അധികം പേസിനത്. എന്നതുകൊണ്ട് രക്ഷ വേണ്ടെന്നല്ല, ആനപടിനാലെ രക്ഷിപ്പ് വേണ്ടാമെന്നല്ല. പക്ഷേ യേശു ദൈവം കൂടുതൽ ഉപയോഗിച്ചത് ദൈവരാജ്യം, സ്വർഗരാജ്യം എന്ന വാക്കാണ്. ஆனால் യേശു അധികം பயன்படுத்தினது தேவனுடைய ராஜ்யம், பரலோக ராஜ்யம் என்ற வார்த்தைகளை. എല്ലാവരും ശ്രദ്ധിക്കണം. അടുത്ത അരമുക്കാൽ മണിക്കൂറിനകത്ത്, ഒരു അരമുക്കാൽ മണിക്കൂറുക്കുള്ളാക കവനിയുங்கள். പരിശുദ്ധാത്മാവ് എന്നെ ഒത്തിരി കാര്യം ഏൽപ്പിച്ചിട്ടുണ്ട് പറയാൻ. പരിശുദ്ധ ആവിയാനവർ ചൊല്ലുംപടിക്ക് അനേക കാര്യങ്ങളെ എനിക്ക് ഒപ്പടൈത്തിരിக்கிறார். ദൈവരാജ്യം, സ്വർഗരാജ്യം എന്ന വാക്കാണ് യേശു ഒത്തിരി ഉപയോഗിച്ചിരിക്കുന്നത്. தேவனுடைய ராஜ்யம், பரலோக ராஜ்யம் என்ற வார்த்தை தான் இயேசு அநேக முறை பயன்படுத்தினார். ദൈവം പണ്ട് മുതലേ ഒരു രാജ്യം സ്ഥാപിക്കണമെന്ന് ഉൽപ്പത്തി പുസ്തകം മുതലേ അവൻ ആശയുണ്ടായിരുന്നു. தேவனுக்கு ஆதியிலேயே ஒரு ராஜ்யம் உண்டு பண்ண வேண்டும் என்று ஆதியாகம புஸ்தகம் முதலே அவருக்கு விருப்பம் ഉണ്ടായിരുന്നത്. അതുകൊണ്ട് ആദാമിനെ ഉണ്ടാക്കിയതിനു ശേഷം ദൈവം പറഞ്ഞത് അടക്കി വാഴുവീൻ. ஆகையால் தான் ஆதாமை ഉണ്ടാക്കിവിട്ട് ദേവൻ சொன்னார் எல்லாவற்றையும் ஆண்டு கொள்ளுங்கள். വാഴുക എന്ന വാക്ക് രാജകീയ വാക്കാണ്. ஆண்டு கொள்ளுங்கள் என்ற வார்த்தை ராஜகீயமான வாழ்க்கை. രാജാക്കന്മാരാണ് വാഴുന്നത്. ராஜாக்கள் தான் அரசாளுவது. പണ്ട് മുതലേ ദൈവത്തിന്റെ സ്വപ്നമാണ് അവനൊരു രാജ്യം ഉണ്ടാക്കണം, അതിൽ വാഴണം എന്നുള്ളത്. മുൻകാലം തൊട്ടേ ആദികാലം മുതലേ ദേവനാകിയ കർത്താവിന്റെ ഹൃദയത്തിൽ ഒരു എണ്ണമായിരുന്നത് ഒരു രാജ്യം ഉണ്ടാക്ക வேண்டும். ആ രാജ്യം ഇന്ന് രാത്രി ഇതിനകത്ത് വാഴുകയാണ്. அந்த ராஜ்யம் ഇங்கே ആളുകൾ ചെയ്തു കൊണ്ടിരിക്കുന്നത്. അഞ്ചാമത്തെ ദിവസം നമ്മുടെ കൺവെൻഷനിൽ ആ രാജ്യം സിദറാനിൽ വാഴുകയാണ്. இந்த கன்வென்ஷன் ஐந்தாவது நாளிலே அந்த ராஜ்யம் சிதறால் சபையிலே வாழுகிறது. വിശ്വസിക്കുന്നവർ കൈകളെ ഉയർത്തി ആമേൻ പറഞ്ഞാട്ടെ. ആമേൻ, ആമേൻ, ഹല്ലേലൂയ, ഹല്ലേലൂയ, ആമേൻ. ആ രാജ്യം ഇവിടെ വാഴാൻ പോകുകയാണ്. அந்த ராஜ்யம் இங்கே அரசாட்சி செய்ய போகிறது. ആ രാജ്യം ഐഹികമല്ല, அந்த ராஜ்யம் இவ்வுலகத்துக்குரியதல்ல. നിങ്ങൾക്ക് കാണപ്പെടുന്ന ലിറ്ററലി രാജ്യമല്ല യേശു പറഞ്ഞത്. நீங்கள் காண்கிறதான இந்த வெளிப்படையான ராஜ்யம் அல்ல இயேசு சொன்னது. ആ രാജ്യം ആത്മീക രാജ്യമാണ്. அந்த ராஜ்யம் ஆவிக்குரியதான ராஜ்யம். ഹല്ലേലൂയ, ഹല്ലേലൂയ. ആ ആത്മീക രാജ്യത്തെ സംബന്ധിച്ചാണ് യേശു അന്ന് സംസാരിച്ചത്. அந்த ராஜ்யத்தை தொடர்புபடுத்தி தான் இயேசு பேசினது. യേശു രാജ്യത്തെ കുറിച്ച് പറഞ്ഞപ്പോ 12 ശിഷ്യന്മാർ പറഞ്ഞു, ആ രാജ്യം എപ്പോഴാ സ്ഥാപിക്കുന്നത്? இயேசு ராஜ்யத்தை குறித்து பேசின போது 12 சீசர்களும் கேட்டார்கள், அந்த ராஜ்யம் எப்பொழுது நீர் ஸ்தாபிக்க போகிறீர்? ഹല്ലേലൂയ, ആമേൻ. പ്ലേറ്റോയെ പോലെ, സോക്രട്ടീസിനെ പോലെ, അല്ലെങ്കിൽ ഇവിടുത്തെ മാർത്താണ്ഡ മഹാരാജാവിന്റെ പോലെ രാജ്യം എന്നാ സ്ഥാപിക്കേണ്ടത്, എന്നാ ഞങ്ങൾ ആ കസേരയിൽ ഇരിക്കേണ്ടത്? அந்த முன்காலത്തെ சாஸ்திரிகள் பிளாட்டோ, சாக்ரட்டிஸ், மார்த்தாண்டவர்ம ராஜா அவர்களை போலுள்ள அந்த ராஜ்யத்தை எப்பொழுது நீர் ஸ்தாபிக்க போகிறீர்? യേശു പറഞ്ഞു, ആ രാജ്യത്തെ കുറിച്ചല്ല ഞാൻ സംസാരിക്കുന്നത്. ഞാൻ പേസുகிறது அந்த രാജ്യത്തെ കുറിച്ച് അല്ല എന്ന് യേശു சொன்னார். എന്റെ അമ്മ യേശു 2 പ്രസ്താവനകൾ ഈ രാജ്യത്തെ കുറിച്ച് പറഞ്ഞു. രണ്ട് നേരങ്ങളിൽ ദേവരാജ്യത്തെ കുറിച്ച് യേശു சொன்னார். യേശു പറഞ്ഞു, ഇപ്പോഴേ ആ രാജ്യം നിങ്ങളുടെ ഇടയിലുണ്ട്. இப்பொழுதே அந்த ராஜ்யம் உங்களிடத்தில் இருக்கிறது என்று യേശു சொன்னார். എല്ലാവരും ശ്രദ്ധിച്ചേ, கவனிங்கள். ഇപ്പോഴേ ആ രാജ്യം നിങ്ങളുടെ ഇടയിലുണ്ട്. தேவனுடைய ராஜ்யம் உங்கள் மத்தியிலே இருக்கிறது. കണ്ണുകളെ തുറന്ന് ഈ വാക്ക് കേട്ടാട്ടാ. கண்களை திறந்து பார்த்து இந்த வார்த்தைகளை கேளுங்கள். ദൈവരാജ്യം നിങ്ങളുടെ ഇടയിൽ ഉണ്ട്. தேவனுடைய ராஜ்யம் உங்களுக்குள்ளே இருக்கிறது. ഓ മൈ ഗോഡ്, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇന്ന് കൺവെൻഷന് വന്നവർ ശ്രദ്ധിക്കുക, രാജ്യം ഇതിനകത്തുണ്ട്. കൺവെൻഷനുக்கு വന്നവர்கள் கவனிங்கள், அந்த ராஜ்யம் இதற்குள்ளே இருக்கிறது. 2-3 പേർ എന്റെ നാമത്തിൽ കൂടുന്നവരുടെ ഇടയിൽ ആ രാജ്യമുണ്ട്. என் நாமத்திலே ஒருமனப்பட்டு 2 பேரோ 3 பேரோ கூடுகிற அதன் மத்தியிலே என் ராஜ்யம் உண்டு. വിശ്വസിക്കുന്നവർ ആമേൻ പറഞ്ഞാട്ടെ. நம்புகிறவர்கள் ஆமென் என்று சொல்லுங்கள். ഹല്ലേലൂയ, ഹല്ലേലൂയ. ആമേൻ. ആ രാജാവ് നമ്മുടെ മധ്യത്തിലുണ്ട്. அந்த ராஜா நம் மத்தியிலே உலாவுகிறார். രാജാവ് എവിടെ വരുന്നു അവിടെ രാജ്യം വരും. ராஜா எங்கே உண்டோ அந்த ராஜ்யம் அங்கே வரும். ഹല്ലേലൂയ, ഹല്ലേലൂയ. രാജാവ് എവിടെ വരുന്നോ അവിടെ രാജ്യമുണ്ട്. ராஜா எங்கே வாசம் பண்ணுகிறாரோ அங்கே அவருடைய ராஜ்யம் உண்டு. ഞാൻ ഒരിക്കൽ മസ്കറ്റിലായിരുന്നപ്പോൾ நான் ஒரு தடவை மஸ்கட் தேசத்தில் இருந்தபோது അവിടുത്തെ രാജാവ് ബൈ റോഡിൽ പോകുന്നത് ഞാൻ കണ്ടു. அங்கே உள்ள ராஜாവ് அங்கே உள்ள நெடுஞ்சாலையிலே போகிறதை நான் பார்த்தேன். മസ്കറ്റ് രാജാവിന് 2-3 പാലസ് ഉണ്ട്. மஸ்கட் ராஜாவுக்கு 2-3 அரண்மனைகள் உண்டு. അദ്ദേഹത്തിന് തോന്നുക ഇന്ന് ഈ പാലസിൽ നിന്ന് ആ പാലസിൽ പോണോന്ന് പറഞ്ഞാൽ அவருக்கு தோன்றும் ஆனால் இன்றைக்கு இந்த அரண்மனையில் இருந்து அந்த அரண்மனைக்கு போக வேண்டும் என்று நினைத்தால் അന്നേരം
മിലിറ്ററിയോട് കൽപ്പന കൊടുക്കുകയാണ്. ഉടനെ അവരുടെ രാணுവത്തിற்கு കട്ടളை കൊടുக்கிறார். ആമേൻ. ഞാൻ കണ്ട് തരിച്ചുപോയി അവിടെ നിന്ന് നോക്കി. ഞാൻ കണ്ട് ആശ്ചര്യത്താൽ ഭ്രമை കൊണ്ടേൻ அதை பார்த்து. ഏതാണ്ട് 100-ലധികം വാഹനങ്ങളാണ് സെക്യൂരിറ്റി ആയിട്ട് പോകുന്നത്. ഏറെക്കുറെ പാதுகாப்பிற்கு மட்டும் 100-ൽ-അധികமான വാഹനങ്ങൾ പോകുന്നത്. എല്ലാ വാഹനം ഒരേ കളറാണ്. എല്ലാ വാഹനങ്ങളും ഒരേ നിറം. ഈ വാഹനത്തിൽ ഏത് വണ്ടിയിലാണ് രാജാവ് ഇരിക്കുന്നത് നമുക്കറിയത്തില്ല. அந்த വാഹനങ്ങളിൽ ഒന്നിൽ എതിലെ രാജാ இருக்கிறார் என்று யாருக்கும் தெரியாது. ഹല്ലേലൂയ. ആമേൻ. രാജാവ് എവിടെ ഇരിക്കുന്നു അവിടാണ് രാജ്യം വെളിപ്പെട്ടു വരുന്നത്. രാജാ എங்கே இருக்கிறாரோ அங்கேதான் ராஜ்யம் இருக்கிறது. ഇന്ന് രാത്രി ഒരു ദൂത് ഞാൻ പറയാം. இந்த இரவுவேளையில ஒரு ஆலோசனை சொல்லுகிறேன். ആ രാജാവ് നിങ്ങളുടെ ഹൃദയത്തിലാണ് വാഴുന്നത്. அந்த ராஜா உங்களுடைய இருதயத்திலே வாழுகிறார். ഓ കരങ്ങൾ ഉയർത്തി ആമേൻ പറഞ്ഞാട്ടെ. ആമേൻ ആമേൻ. ആ രാജാവ് നിങ്ങളുടെ ഹൃദയത്തിലാണ് വാഴുന്നത്. அந்த ராஜா உங்கள் இருதயத்துக்குள்ளே வாழ்கிறார். അതുകൊണ്ട് യേശു പറഞ്ഞ ദൈവരാജ്യം നിങ്ങളുടെ ഇടയിലുണ്ട്. ஆனபடியால் தான் இயேசு சொன்னார் தேவனுடைய ராஜ்யம் உங்களுக்குள்ளே இருக்கிறது. ஆமென். ഹല്ലേലൂയ. ஆமென். നിങ്ങൾ കുറച്ചുകൂടെ കേട്ട് കഴിയുമ്പോൾ നിങ്ങൾക്ക് ഇവിടെ ഇരിക്കാൻ പറ്റത്തില്ല. கொஞ்சம் கூட நீங்கள் கேட்கும்போது இப்படி அமர்ந்திருக்க மாட்டீர்கள். യേശു ഒരിക്കൽ പറഞ്ഞു ആ രാജ്യം തീറ്റയും കുടിയും അല്ല, അത് പരിശുദ്ധാത്മാവിനുള്ള സന്തോഷമാണ്. இயேசு ஒருமுறை சொன்னார் அந்த ராஜ்யம் புசிப்பும் குடிப்பும் அல்ல, அது பரிசுத்தாவினால் உண்டாகும் சந்தோஷம். ഹല്ലേലൂയ. ആമേൻ. റോമാലേഖനത്തിൽ അത് പറയുന്നുണ്ട്. ரோமர் நிருபத்திலே அதை வாசிக்கிறோம். ദൈവരാജ്യം സമാധാനമാണ്, നീതിയാണ്, സന്തോഷമാണ്. தேவனுடைய ராஜ்யம் நீதியும் பரிசுத்தாவினால் உண்டாகும் சந்தோஷமும் சமாதானமுமா இருக்கிறது. ഇന്ന് രാത്രി ആ രാജ്യം ഇവിടെ വന്നിട്ടുണ്ടെങ്കിൽ അത് ഇവിടെ പ്രകടമാകണം. அந்த ராஜ்யம் இந்த இரவு வேளையிலே இங்கே வந்திருக்கிறது என்றால் அது வெளிப்பட வேண்டும். ആ സന്തോഷം ഇതിനകത്ത് വെളിപ്പെട്ടു വരണം. அந்த சந்தோஷம் இங்கே வெளிப்பட்டு வர வேண்டும். മഹാരാജാവ് എഴുന്നള്ളി വന്നിരിക്കുന്നു. பெரிய ராஜாதி ராஜா எழுந்தருளி இருக்கிறார். കരങ്ങളെ ഉയർത്തി ഹല്ലേലൂയ. ആ രാജാവിന് മഹത്വം കൊടുത്താട്ട് அந்த ராஜாவை கனப்படுத்துவோம். ഹല്ലേലൂയ. ഹല്ലേലൂയ. പരിശുദ്ധാത്മാവ് എന്നോട് സംസാരിക്കുന്നു. பரிசுத்தாவியானவர் என்னோடு சொல்லுகிறார், രാജാവിനെ എപ്പോഴും പ്രകീർത്തിച്ചുകൊണ്ടിരിക്കണം. ராஜா எப்போதும் ഉയർത്തി அவரை മഹിമപ്പെടുത്തി. மகிமைப்படுத்தி கொண்டே இருக்க வேண்டும். രാജാവ് വെറുതെ വന്നിരിക്കത്തില്ല. ராஜா வந்து சும்மா இருக்க மாட்டார். അവന് തക്ക മഹത്വം കൊടുക്കണം. அவருக்கு அவருடைய நாமத்துக்கு தக்க மகிமை கொடுக்க வேண்டும். നിങ്ങൾ ദൈവത്തെ ഉയർത്തിയാൽ ദൈവം നിങ്ങളെ ഉയർത്തും. நீங்கள் தேவனை உயர்த்தினால் அவர் உங்களை நிச்சயமாய் உயர்த்துவார். ഇന്ന് രാത്രി ആദ്യത്തെ വാക്ക് നിങ്ങളോട് സംസാരിക്കുന്നു. രാജാവ് എവിടെയുണ്ടോ അവിടെയാണ് രാജ്യം വെളിപ്പെടുന്നത്. முதல் வார்த்தையாக உங்களுக்கு இந்த இரவுவேளையிலே சொல்லுகிறேன், ராஜா எங்கேயோ அங்கேதான் அவருடைய வார்த்தை வெளிப்படுகிறது. കോടതിയിലെ മജിസ്ട്രേറ്റ് എവിടാണോ ഇരിക്കുന്നത് അവിടെയാ കോടതി. நீதிமன்றத்திலே அந்த நீதிபதி எங்கே இருக்கிறாரோ அதுதான் நீதிமன்றம். ഹലോ, ஆமென். മജിസ്ട്രേറ്റ് എവിടെ ഇരിക്കുന്നു അവിടെയാണ് കോടതി. நீதிபதி எங்கே இருக்கிறாரோ அதுதான் நீதிமன்றம். രാത്രി മജിസ്ട്രേറ്റിന്റെ വീട്ടിൽ പോയി ജാമ്യം എടുക്കാൻ പോയാൽ അവിടെയാ കോടതി. இரவு வேளையிலே நீதிபதியுடைய வீட்டிலே போய் ஒரு ஜாமீன் வாங்க போனால் அங்கேதான் நீதிமன்றம். ഞാൻ ഒരു കാര്യം പറയാം, യേശു നിങ്ങളുടെ ഉള്ളിൽ ഇരിക്കുന്നു. ஒரு வார்த்தை உங்களுக்கு சொல்லுகிறேன், இயேசு உங்களுக்குள்ளே இருக்கிறார். നിങ്ങളുടെ ആത്മാവിൽ വസിക്കുന്നു. உங்களுடைய ஆவியிலே வசிக்கிறார். ദൈവരാജ്യം നിങ്ങളുടെ ഉള്ളിൽ ഇരിക്കുന്നു. தேவனுடைய ராஜ்யம் உங்களுக்குள்ளே இருக்கிறது. നീതിയും സമാധാനവും നിങ്ങളുടെ ഉള്ളിൽ വാഴുന്നു. நீதியும் சமாதானமும் உங்களுக்குள்ளே வாசம் பண்ணுகிறது. ஆமென். അതിന്റെ സന്തോഷം ഒന്ന് പ്രകടിപ്പിച്ചാട്ട്. அதனுடைய சந்தோஷத்தை ஒன்று வெளிப்படுத்துங்களேன். ഹല്ലേലൂയ. ஆமென். നിങ്ങളുടെ ഹല്ലേലൂയ സ്തോത്രം അത് കേൾക്കട്ടെ. உங்களுடைய அல்லேலூயா ஸ்தோத்திரம் வெளிப்பட்டு வரட்டும். നിങ്ങൾ ഹല്ലേലൂയ സ്തോത്രം പറയുന്നത് എനിക്ക് വേണ്ടിയല്ല, நீங்கள் அல்லேலூயா ஸ்தோத்திரம் என்று சொல்வது எனக்கல்ல, രാജാവിന് വേണ്ടിയാണ്. ராஜாவுக்கு கொடுக்கிறீர்கள். ഹല്ലേലൂയ. ഹല്ലേലൂയ. നിങ്ങളുടെ ഉള്ളിൽ ആ രാജാവ് വാഴുകയാണ്. உங்களுக்குள்ளே அந்த ராஜா வாசம் பண்ணுகிறார். ഹല്ലേലൂയ. ஹல்லேலூயா. Glory to God. ஆமென். പരിശുദ്ധാത്മാവേ നന്ദി പറയുന്നു. பரிசுத்தாவியானவரே உமக்கு நன்றி செலுத்துகிறோம். കടസി രാത്രിയിൽ ദൈവം എന്നോട് ഈ ദേശത്തോട് പറയാൻ പറയുന്നു. இந்த கடைசி இரவு வேளையில் இந்த தேசத்தோடு கூப்பிட்டு சொல்லுகிறார், ദൈവരാജ്യം ഈ സിദറാൽ ദേശത്ത് വാഴാൻ പോകുകയാണ്. தேவனுடைய ராஜ்யம் இந்த சிதறால் பிரதேசத்தை ஆளுகை செய்ய போகிறது. ഇവിടുത്തെ കുടുംബങ്ങളെ ദൈവത്തിന്റെ രാജാവ് വാഴാൻ പോകുകയാണ്. இங்கே உள்ள குடும்பங்களில் எல்லாம் ராஜா வாழ போகிறார். എല്ലാ അശുദ്ധ ആവിയെയും ദൈവം പുറത്താക്കാൻ പോകുകയാണ്. எல்லா அசுத்த ஆவிகளையும் தேவன் துரத்த போகிறார். നീതിയും സമാധാനവും ഈ ദേശത്ത് വാഴാൻ പോകുകയാണ്. நீதியும் சமாதானமும் பரிசுத்தாவின் சந்தோஷமும் இந்த தேசத்தை வாழ போகிறது. സകല പിശാചുക്കളെ ദൈവം ഈ ദേശത്ത് നിന്ന് മാറ്റാൻ പോകുകയാണ്. எல்லா பிசாசின் கூட்டங்களையும் இந்த தேசத்தில் தேவன் புறம்பாக்குகிறார். കരങ്ങളെ തട്ടി ആണ്ടവർക്ക് മഹത്വം കൊടുത്താട്ട്. உற்சாகமாய் വിശ്വാസത്തോடு കൈകളെ തട്ടി ഹല്ലേലൂയ. 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 ആമേൻ. സ്തോത്രം.
സ്തോത്രം. ശക്തമായി കരങ്ങളെ തട്ടിയാട്ട. நல்ல ஓசையுள்ள கைத்தாளங்களாய் கர்த்தரை துதிப்போம். രാജാവ് വാഴുന്നു. ராஜா ஆளுகை செய்கிறார். സിദറാനിൽ വാഴുന്നു. சிதறாலில் வாழ்கிறார். മാർത്താണ്ഡത്ത് വാഴുന്നു. மார்த்தாண்டத்தில் ஆளுகை செய்கிறார். ദൈവം തന്റെ സ്ഥലങ്ങളിൽ വാഴുകയാണ്. தேவன் அவருடைய தேசத்திலே வாழ்கிறார். ஆமென். ഹല്ലേലൂയ. ஆமென். ഹല്ലേലൂയ. ஆமென். യേശു പറഞ്ഞു ആ രാജ്യത്തെ കുറിച്ച് നിങ്ങൾ അറിയണം. இயேசு சொன்னார் அந்த ராஜ்யத்தை பற்றி நீங்கள் தெரிந்திருக்க வேண்டும். 6:33 മത്തായിയിൽ അങ്ങനെ പറയുന്നത്. மத்தேயு 6:33 அப்படிதான் சொல்லுகிறார். Seek ye first the kingdom of God. മുമ്പേ അവന്റെ രാജ്യത്തെ അറിയണം. முதலாவது அவருடைய ராஜ்யத்தை அறிய வேண்டும். ആമേൻ. ആമേൻ. എന്താ അതിനകത്ത് അർത്ഥം? அதனுடைய அர்த்தம் என்ன? രാജ്യമാണെങ്കിൽ രാജാവുണ്ട്. ராஜ்யம் என்றால் ராஜா நிச்சயம் உண்டு. രാജ്യമാണെങ്കിൽ അതിന് സിസ്റ്റം ഉണ്ട്. ராஜ்யம் என்றால் அதற்குரியதான சில சிஸ்டம் உண்டு. രാജ്യമാണെങ്കിൽ അതിന് ലോസ് ഉണ്ട്, നിയമങ്ങളുണ്ട്. ராஜ்யம் என்றால் அதற்கு சில சட்டதிட்டங்கள் உண்டு. രാജ്യമാണെങ്കിൽ അതിന് ആർമി ഉണ്ട്. ராஜ்யம் என்றால் அதற்கு பட்டாளம் உண்டு. രാജ്യമാണെങ്കിൽ അതിന് ടെറിട്ടറി ഉണ്ട്. ടെറിട്ടറി എന്ന് പറഞ്ഞാൽ അതിരുകൾ. ராஜ்யம் என்றால் அதற்கு ஒரு எல்லை உண்டு. ആമേ. രാജ്യമാണെങ്കിൽ അതിന് ഫെസ്റ്റിവൽസ് ഉണ്ട്, ഉത്സവങ്ങളുണ്ട്. ராஜ்யம் என்றால் அதற்கு சில பண்டிகைகள் உண்டு. രാജ്യമാണെങ്കിൽ അതിന് ലാംഗ്വേജ് ഉണ്ട്. ராஜ்யம் என்றால் அதற்கு மொழி உண்டு. രാജ്യമുണ്ടെങ്കിൽ അതിന് ആസ്തി ഉണ്ട്. ராஜ்யம் உண்டானால் அதற்கு அநேக ஆஸ்திகளும் உண்டு. അതുകൊണ്ട് യേശു പറഞ്ഞത് രാജ്യത്തെ അറിയണം. அதனால்தான் இயேசு சொன்னார் அந்த ராஜ்யத்தை நீங்கள் அறிய வேண்டும். ഹല്ലേലൂയ. ஹல்லேலூயா. നീ ആയിരിക്കുന്ന രാജ്യത്തെ നീ അറിയണം. இந்த நீ இருக்கிறதான அந்த ராஜ்யத்தை அறிய வேண்டும். എനിക്ക് ഓരോന്നൊന്ന് പറഞ്ഞാൽ കൊള്ളാന്നുണ്ട്. ஒவ்வொன்றை விவரித்தால் கொள்ளாமென்னுண்டு. രാജ്യമുണ്ടെങ്കിൽ രാജാവുണ്ട്. ராஜ்யம் உண்டென்றால் ராஜா உண்டு. നിങ്ങളുടെ രാജാവ് ആരാന്നറിയോ? உங்களுடைய ராஜா யார் தெரியுமா? രാജാതി രാജാവ്. அவர்தான் ராஜாதி ராஜா. ജനിച്ചപ്പോഴേ രാജാവ്. அவர் பிறந்த போதே ராஜா. അവൻ വളർന്നത് രാജാവായിട്ടാ. வளர்ந்தது ராஜாவாய் வளர்ந்தார். ശുശ്രൂഷിച്ചത് രാജാവായിട്ടാ. ஊழியம் செய்தது ராஜாவாக. മരിച്ചത് രാജാവായിട്ടാ. அவர் மரிக்கும் போது ராஜாவா இருந்தார். അവൻ ഇനി വരുന്നതും രാജാതി രാജാവായിട്ടാ. அவர் திரும்ப வருவதும் ராஜாதி ராஜாவாய் வருவார். കരങ്ങളെ തട്ടി ആണ്ടവർക്ക് அந்த ராஜாவுக்கு நம்முடைய கரங்களை தட்டி மகிமை செலுத்துவோம். ஹல்லேலூயா, ஹல்லேலூயா, ஹல்லேலூயா. ഹല്ലേലൂയ. ஆமென், ஆமென். ഹല്ലേലൂയ. ஹல்லேலூயா. ഇന്ന് എല്ലാവരും ജനിച്ചിട്ടാണ് രാജാവാകുന്നത്. இன்று எல்லாரும் பிறந்த பின்புதான் ராஜாவாவது. പക്ഷേ യേശു ജനിച്ചപ്പോഴേ രാജാവായി. ஆனால் இயேசு பிறக்கும் போதே ராஜாவாய் பிறந்தார். ആ രാജാവിന്റെ അനുയായി അനുഗാമിയായി ഞാൻ മാറുന്നതിൽ എനിക്ക് അഭിമാനമുണ്ട്. அந்த ராஜாவுடைய சிநேகிதனாய் அவரோடு கூட தொடர்புள்ளவர்களாய் நான் ஆவது எனக்கு பெரிய பெருமை உண்டு. ഹല്ലേലൂയ. ஹல்லேலூயா. രാജാക്കന്മാരുടെ രാജാവ്. ராஜாக்களுடைய ராஜாவர். ഹല്ലേലൂയ. ஆமென். എല്ലാം രാജ്യങ്ങളുടെയും തലവനായ ക്രിസ്തു. எல்லா தேசங்களுக்கும் தலைவராயிருக்கிறார் இயேசு கிறிஸ்து. ഹല്ലേലൂയ. ஆமென். അതുകൊണ്ടാണ് അവൻ രാജ്യത്തെ അറിയണമെന്ന് ദൈവം യേശു പറഞ്ഞത്. ஆகையால் தான் அந்த தேச ராஜ்யத்தை நாம் அறிந்திருக்க வேண்டும் என்று இயேசு சொன்னது. ഞാൻ ഒന്ന് രണ്ട് ചെറിയ എനിക്ക് കിട്ടിയ അനുവദിച്ച സമയത്തിനുള്ളിൽ ഞാൻ ഇതിനെ ഒന്ന് ഡിസ്ക്രൈബ് ചെയ്യാം. எனக்கு கிடைத்ததான சமயத்திற்கு உள்ளாக இதிலே சில காரியங்களை உங்களுக்கு சொல்லுகிறேன். രാജ്യമാണെങ്കിൽ രാജാവുണ്ട്. ராஜ்யம் என்றால் ராஜா உண்டு. രാജ്യമാണെങ്കിൽ അതിന് ആർമി ഉണ്ട്. ராஜ்யம் என்றால் அதற்கு ராணுவம் உண்டு. ദൈവരാജ്യത്തിന്റെ ആർമി ആരാന്നറിയോ? தேவனுடைய ராஜ்யத்தின் ராணுவங்கள் யார் தெரியுமா? ദൂതന്മാർ, ദൂതர்கள். നമ്മൾ പറയുമ്പോൾ ദൂതൻ അത് ചെയ്യുന്നു. നാം ചൊല്ലുമ്പോൾ ദൂതൻ அதை செய்கிறான். ആമേൻ, ആമേൻ. ചിലർക്ക് അത് മനസ്സിലാകാത്തോണ്ട് സ്തോത്രം പറയാനേ. ചിലർക്ക് അത് പുரியவில்லை, அதனால தான் ஸ்தோத்திரம் சொல்லவில்லை. നിങ്ങൾ പറയാതെ ദൂതൻ ചലിക്കത്തില്ല. நீங்கள் சொல்லாமல் தூதன் செயல்பட மாட்டான். കാരണം ദൈവരാജ്യത്തിൽ നിങ്ങളാണ് വലിയവർ. காரியம் தேவனுடைய ராஜ்யத்தில் நீங்கள் தான் மிக பெரியவர்கள். ആമേൻ. യേശു ഒരിക്കൽ പറഞ്ഞു, യേശു ഒരിക്കൽ சொன்னார், സ്ത്രീകളിൽ ജനിച്ചവൻ യോഹന്നാനാണ് വലിയവൻ. സ്ത്രീകളിൽ പിറന്നവരിൽ യോവാൻ സ്നാപകൻ താൻ പെരിയവൻ. പക്ഷേ യോഹന്നാനേക്കാൾ വലിയവനാണ് ദൈവരാജ്യത്തിൽ ജനിച്ചവൻ. ஆனால் யோவானை விட பெரியவன் தேவனுடைய ராஜ்யத்துக்குள்ளே பிறந்தவன். കരങ്ങളെ ഉയർത്തി ആണ്ടവർക്ക് മഹത്വം കൊടുത്താട്ടെ. ആമേൻ. ഹല്ലേലൂയ, ഹല്ലേലൂയ. സ്ത്രീകളിൽ നിന്ന് ജനിച്ചത് ഏറ്റവും വലിയ ആള് യോഹന്നാനാണ്. സ്ത്രീകളിൽ പിറന്നവരിൽ മികപ്പെരിയ മനുഷ്യൻ യോവാൻ. പക്ഷേ യോഹന്നാനേക്കാൾ വലിയവനാണ് നിങ്ങൾ. ஆனால் யோவானை விட பெரியவர்கள் கிறிஸ்துவில் பிறந்தவர்கள்.
ദൈവരാജ്യത്തിൽ ഏലിയാവല്ല വലുത്, தேவனுடைய ராஜ்யத்தில் எலியா அல்ல பெரியவர், ദാവീദല്ല വലുത്, தாவீது அல்ல பெரியவர், അബ്രഹാം അല്ല വലുത്, ஆபிரகாம் அல்ல பெரியவர், നീയാണ് വലിയത്. நீங்கள் தான், நாங்களும் நானும் தான் பெரியவர்கள். അതിന് കാരണം എന്താണെന്നറിയാമോ? காரணம் என்ன தெரியுமா? മഹാരാജാവിനെ ഹൃദയത്തിൽ വഹിച്ചുകൊണ്ട് നീ ഈ രാജ്യത്തിലായിരിക്കുന്നു. ராஜாதி ராஜாவை உன் இருதயத்தில் சுமந்து கொண்டு அந்த ராஜ்யத்துக்குள்ள இருக்கிறாய். ஆமென், ஆமென், ஹalleluya. നാളെ കൺവെൻഷൻ ഇല്ല, நாளைக்கு இந்த கன்வென்ஷன் இல்ல, നാളെ കൈയടിക്കാൻ പറ്റുകയില്ല, நாளை கையடிக்க முடியாது, നാളെ സ്തോത്രം പറയാൻ പറ്റുകയില്ല, நாளை இங்க இருந்து ஸ்தோத்திரம் சொல்ல முடியாது, നാളെ ഇത്ര ദൈവമക്കൾ കാണുകയില്ല. நாளை இவ்வளவு கூட்டம் காணாது. ഈ രാത്രിയെ യഹോവയെ മഹത്വപ്പെടുത്തട്ടെ. இந்த ராத்திரியில் கொடுக்க வேண்டிய மகத்துவத்தை கர்த்தருக்கு கொடுப்போம். ஆமென், ஆமென், ഓ ഹല്ലേലൂയ. ஹalleluya. വിശ്വസിക്കുന്ന ചിലർ ദൈവത്തെ യെസ് ஆமென், நம்புகிறவர்கள் கர்த்தரை மகிமைப்படுத்துகிறார்கள். ஆமென், ஹalleluya, ஹalleluya. ശമനരവദന ഘടകങ്ങൾ. ஆமென், 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 ஹalleluya, ஹalleluya. ചിലർക്ക് സ്തോത്രം പറയാൻ ലജ്ജയാണ്, சிலருக்கு ஸ்தோத்திரம் சொல்ல வெட்கமா இருக்கிறது, ചിലർക്ക് കൈയടിക്കുന്ന അഭിമാനക്കുറവാണ്, சிலருக்கு கை தட்டுவது நம்முடைய நம்முடைய கனத்திற்கு அது பொருத்தமாய் வரவில்லை என்று நினைக்கிறார்கள், ചിലർക്ക് ഷർട്ട് വേർക്കുന്നത് ഇഷ്ടമല്ല. சிலருக்கு வஸ்திரம் வியர்வை படுவது இஷ்டமில்லை. ഹല്ലേലൂയ. ആമേൻ. പക്ഷെ നമ്മൾ നമ്മുടെ മഹാരാജാവിനെ ഉയർത്തിക്കൊണ്ടിരിക്കുന്നു. ஆனால் நாம் ராஜாதி ராஜாவை கனம் பண்ணி கொண்டிருக்கிறோம். ഹല്ലേലൂയ. ஹalleluya. അവനാണ് എനിക്ക് വേണ്ടി രക്തം തന്നത്, அவர்தான் எனக்காய் ரத்தம் சிந்தினது, അവൻ എനിക്ക് വേണ്ടി കാൽവറി സകലതും യാഗമാക്കി തീർത്തത്, அவர் எனக்காக கல்வாரியில் தம்மை பலியாக ஒப்பு கொடுத்தார், അവസാന തുള്ളി രക്തം വരെയും അവൻ എനിക്ക് വേണ്ടി ഊറ്റി തന്നു. கடைசி துளி ரத்தம் வரையில் அவர் எனக்காய் ஊற்றி தந்தார். ആ രാജാവിനെ ദൂതന്മാർ കാണുമ്പോ വീണ് കിടന്ന് അവനെ നമസ്കരിക്കുകയാണ്. அந்த ராஜாவை தூதர்கள் பார்க்கும் போதெல்லாம் அப்படியே சாஸ்தாங்கமாய் விழுந்து வணங்குகிறார்கள். ആരാധനയുടെ ഏറ്റവും സുപ്രീമസി എന്നാന്നറിയാമോ? ஆராதனையில் மிக உன்னதமான ஆராதனை என்ன தெரியுமா? വീണ് കിടന്നവനെ ആരാധിക്കുക. அப்படியே சாஸ்தாங்கமாய் விழுந்து அவரை ஆராதிப்பது. ഹല്ലേലൂയ. ஹalleluya. നിങ്ങളുടെ ബൈബിളിൽ അങ്ങനെ ഉണ്ട്. உங்களுடைய பைபிள் அப்படி உண்டா? യെശയ്യാവ് 6-ാം അധ്യായം വീട്ടിൽ പോയി വായിച്ചു നോക്കിക്കേ. ஏசாயா 6-ாம் அதிகாரத்தை வீட்டில் போய் வாசித்து பாருங்கள். അവനെ നോക്കുമ്പോൾ രണ്ടുകൊണ്ട് മുഖം മൂടിക്കൊണ്ട് അവർ പേടിച്ചുകൊണ്ടാണ് ദൈവത്തെ സ്തുതിക്കുന്നത്. அவரை பார்த்தபோது அவர்கள் 2 செட்டைகளால் அப்படியே கண்களை மறைத்துக் கொண்டுதான் அவரை ஆராதிக்கிறார்கள், பயந்து. ഹല്ലേലൂയ. ஆமென். ആരാധനയുടെ ഏറ്റവും ഉയർന്ന അളവാണത്. ஆராதனையின் மிக உன்னதமான பாகம் தான் அது. അത്രയും വലിയ ശക്തരായ ദൂതന്മാർ അവന്റെ മുമ്പിൽ വീണ് കിടന്നവരെ ആരാധിക്കുന്നു. அவ்வளவு பெரிய வல்லமையுடைய தூதர்கள் அவருக்கு முன்பாக வணக்கமாய் விழுந்து அவரை ஆராதிக்கிறார்கள். ഹല്ലേലൂയ. ஹalleluya. തമിഴ്നാട് മുഖ്യമന്ത്രി ബഹുമാനപ്പെട്ട റവറൻഡ് സ്റ്റാൻലി ഇതിനകത്ത് കയറി വന്നാൽ, தமிழக முதலமைச்சர் ബഹുമാനപ്പെട്ട ஸ்டாலின் அவர்கள் இங்கே ஏறி வந்தால், നിങ്ങൾ എല്ലാവരും എഴുന്നേറ്റ് നിൽക്കും, நீங்கள் எல்லாரும் எழும்பி நிற்பீர்கள், നിങ്ങൾ കൈകൂപ്പും. நீங்கள் கும்பிடுவீர்கள். കാരണം അദ്ദേഹം ഈ സ്റ്റേറ്റിന്റെ മിനിസ്റ്റർ ആണ്. காரணம் அவர் இந்த மாநிலத்தின் முதலமைச்சர், മുഴു ലോകത്തിന്റെയും രാജാതി രാജാവായ ദൈവം, முழு உலகத்தினுடைய ராஜாதி ராஜாவாகிய தேவன். ഓ ആ കർത്തരെ ഇന്ന് രാത്രി ആരാധിച്ചാട്ട്. இந்த கர்த்தரை நாம் எல்லாரும் ஒரு மனமாய் ஆராதிப்போம். കരങ്ങളെ തട്ടി സത്തമായി ஹalleluya, ஹalleluya. முழு பலத்தோடு கரங்களை தட்டி சத்தத்தோடு ஹalleluya, ஹalleluya, ஹalleluya. ஆமென், 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 ஆமென். എത്ര ഒച്ചത്തിൽ ആരാധിക്കാമോ അത്ര ഉച്ചത്തില്, எத்தனை பலத்தோடு ஆராதிக்கலாமோ அப்படி ஆராதிப்போம், എത്ര ശക്തിയോടെ കൈ അടിക്കണമോ അങ്ങനെ, எத்தனை பலத்தோடு கரங்களை அடிக்கணுமோ அப்படி செய்யலாம். ஆமென், 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 ஹalleluya. அவர் அதற்கு பாத்திரராய் இருக்கிறார். ആമേൻ. ஆமென். ഈ രാത്രി മടി കാണിക്കണ്ട, அதற்காக வெட்கப்பட வேண்டாம். അവനാണ് നമ്മുടെ രാജാവ്. அவர்தான் நம்முடைய ராஜா. He is the King of Kings and a Lord of Lords. அவர்தான் ராஜாதி ராஜாவும் கர்த்தாதி கர்த்தருமா இருக்கிறார். ഹല്ലേലൂയ. ஆமென். എല്ലാം പറഞ്ഞു തീർക്കാൻ പറ്റുമെന്ന് തോന്നുന്നില്ല. எல்லாம் சொல்லி தீர்க்க முடியும் என்று தோன்றவில்லை. രാജ്യമാണെങ്കിൽ അതിന് ആർമിയുണ്ട്, ராஜா வென்றால் அதற்கு ராணுவம் உண்டு.
അടുത്തത് രാജ്യമാണെങ്കിൽ അതിനൊരു സിസ്റ്റം ഉണ്ട്, ലോ ഉണ്ട്. രാജ്യം എന്നാൽ അതற்கான ചില നിയമങ്ങൾ, ചില ചട്ടത്തിട്ടങ്ങൾ ഉണ്ട്. കഴിഞ്ഞ ദിവസം ഞാൻ ചില കാര്യങ്ങൾ ബൈബിളിൽ കണ്ടു. ഞാൻ ചില കാര്യങ്ങളെ വേദപുസ്തകത്തിലെ കഴിഞ്ഞ നാളിൽ കണ്ടേൻ. പഴയ നിയമത്തിൽ ഒരു സ്ത്രീയോട് കൂടെ ശയിക്കുന്നതാണ് വ്യഭിചാരം. പഴയ ഏർപ്പാട്ടിലെ ഒരു സ്ത്രീയോട് കൂടെ സയനിപ്പതുதான் விபச்சாரம். പക്ഷെ ഈ രാജ്യത്തിൽ സിസ്റ്റം വേറെയാണ്. ஆனா இந்த ராஜ்யத்துள்ளதான நடபடி வேற. നോക്കിയാ മതി, பார்த்தால் போதும். ലസ്റ്റ്ഫുൾ. സോദരൻ, ഇച്ഛയോട് പാർത്താൽ പോതും. ഇച്ഛയോട് നീ നോക്കിയാൽ മതി, ഇച്ഛയോട് നീ പാർത്താൽ പോതും. ഒരു സഹോദരനെ നിസാര എന്ന് പറഞ്ഞാൽ അവൻ അഗ്നി നരക യോഗ്യനാണ്. ഒരു സഹോദരനെ നിസ്സാരമായി പേസിനാൽ അവൻ എരി നരകത്തുക്ക് പാത്രവാൻ. നിങ്ങളുടെ ബൈബിളിൽ ഉണ്ടത്, ഉങ്ങൾ ബൈബിളിൽ അത് ഉണ്ട്. നിങ്ങൾ ഇന്ന് പോയി മാത്യു ചാപ്റ്റർ 5, 6, 7 വായിക്കണം. നിങ്ങൾ വീട്ടിൽ പോയി മത്തയോ 5, 6, 7 അധികാരങ്ങൾ വാസിക്ക വേണ്ടും. ഹല്ലേലൂയ, ആമേൻ. നിങ്ങളത് വായിച്ചിട്ടുണ്ടോ? നിങ്ങളത് വാസിത്തിരികളാ? ഈ രാജ്യത്തിന്റെ സിസ്റ്റം വേറെയാണ്. இந்த രാജ്യത്തിനുടേതാன ചട്ടത്തിട്ടങ്ങൾ വേറെ. പഴയ നിയമ രാജ്യത്തിലായിരുന്നെങ്കിൽ നിങ്ങൾ അത് ചെയ്താലേ പാപമാകത്തുള്ളൂ. പഴയ ഏർപ്പാട്ടിൻ രാജ്യത്തിൽ എന്നാൽ നിങ്ങൾ അത് ചെയ്താൽ താൻ പാപം. പക്ഷെ ഈ രാജ്യത്തിനകത്ത് സിസ്റ്റം വേറെയാണ്. இந்த രാജ്യത്തുള്ളതാന കാര്യങ്ങൾ വേറെ. ആമേൻ, ആമേൻ. ഇത് ഒരു 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 വികാരത്തോടെ നോക്കിയാൽ പാപമാണ്. ഇത് ഒരു വ്യത്യാസமான എണ്ണത്തോട് പാർത്താലേ പാപം. ഹല്ലേലൂയ, ആമേൻ. താങ്ക് യു ജീസസ്. ആമേൻ, ആമേൻ. അതുകൊണ്ട് നമ്മുടെ കണ്ണുകളെ സൂക്ഷിക്കുക. ആകയാൽ നമ്മുടെ കണ്ണുകളെ പാതുകാത്തുകൊള്ള വേണ്ടും. കാതുകളെ സൂക്ഷിക്കുക. നമ്മുടെ ചെവികളെ പാതുകാത്തുകൊള്ള വേണ്ടും. ഈ രാജ്യത്തെ നിങ്ങൾ എല്ലാവരും ശ്രദ്ധിക്കണം ഈ വാക്ക്. എല്ലാവരും இந்த വാർത്തയെ കവനിക്ക വേണ്ടും. ഈ രാജ്യത്ത് നിങ്ങളുടെ ശരീരം എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ടതാണ്. இந்த രാജ്യത്തിൽ ഉങ്ങളുടെ ശരീരം മിക മുഖ്യമാനത്. യു ആർ ദ ടെമ്പിൾ ഓഫ് ഗോഡ്. നിങ്ങളുടെ ശരീരം ആലയമാണ് ദൈവം. നിങ്ങൾ தான் இந்த രാജ്യത്തുக்குள்ளே தேவனுடைய ஆலயமா இருக்கிறீர்கள். രാജാവിനെ വഹിച്ചുകൊണ്ട് നടക്കുന്ന ആലയമാണ്, ടെമ്പിൾ ആണ് നിങ്ങളുടെ ശരീരം. രാജാവെ സുമന്തുകൊണ്ട് നടക്കുന്നതാണ് ആലയം தான் உங்கள் ശരീരം. ഒരു തരത്തിലെ അശുദ്ധി അതിനകത്ത് പാടില്ല. ഒരു വിധത്തിലും അശുദ്ധം അതற்குள்ளே ഏറ്റുകൊള്ളപ്പെட മാட்டாது. അതുകൊണ്ട് യേശു പറഞ്ഞത് ശരീരത്തിന് പുറത്തുള്ള ഏതു പാപവും ദൈവം ക്ഷമിക്കും. ആകയാൽ தான் യേശു சொன்னார் ശരീരத்துக்கு പുറമ്പാன പാപങ്ങളെ എല്ലാം ദേവൻ മன்னிப்பார். ഹലോ, നിങ്ങൾ കേൾക്കുന്നുണ്ടോ? കവനിக்கிறீர்களா? എനിക്കറിയാം ഇത് കൺവെൻഷൻ ആണെന്ന്. കൺവെൻഷൻ ഉണ്ട്, എനിക്ക് தெரியும். ഇതിവിടെ പറയേണ്ട കാര്യമില്ല. ഇത് ഇங்கே பேச வேண்டிய விஷயமல்ல. പക്ഷേ ഈ രാജ്യം പ്രസംഗിക്കുമ്പോൾ ഞാൻ അത് ആവശ്യപ്പെടുന്നു അത് പറയാൻ. ஆனால் இந்த ராஜ்யத்தை குறித்து பேசும்போது அது தேவையா இருக்கிறது என்று நான் சொல்லுகிறேன். നിങ്ങളുടെ ശരീരം വളരെ പ്രധാനപ്പെട്ടതാണ് ഈ രാജ്യത്തിൽ. உங்களுடைய சரீரம் மிக முக்கியமானதா இருக்கிறது இந்த ராஜ்யத்துக்குள்ளே. ഈ രാജ്യത്തിന്റെ ഏറ്റവും വലിയ ഐഡന്റിറ്റി എന്ന് പറയുന്നത് ഹോളിനെസ് ആണ്, വിശുദ്ധിയാണ്. இந்த ராஜ்யத்தினுடைய மிக முக்கியமான பாகம் என்று சொல்வது பரிசுத்தம். ഹല്ലേലൂയ, ആമേൻ. അതുകൊണ്ട് നിങ്ങളുടെ ശരീരം കൊണ്ടൊരു തെറ്റ് ചെയ്യാൻ പാടില്ല. ആകയാൽ നമ്മുടെ ശരീരം മൂലം പാപം ചെയ്യக்கூடாது. അതുകൊണ്ടാണ് ദൈവം അഡൽട്ടറി അഥവാ പരസംഗത്തെ വെറുക്കുന്നത്. ആകയാൽ தான் தேவன் அந்த விபச்சாரம் பரசங்கத்தை தேவன் வெறுப்பது. ഒരു കാരണവശാലും നിങ്ങളുടെ ശരീരം അതിനായിട്ട് വിട്ടുകൊടുക്കരുത്. உங்கள் ശരീരത്തെ ഒരു കാരണത്തിനാലും அதற்காய் விட்டு கொடுக்க கூடாது. ഏറ്റവും വലിയ തെറ്റാണത്, மிக பெரிய பாவம் அது. ഹല്ലേലൂയ, ആമേൻ. കല്യാണം കഴിച്ചവരും കഴിക്കാത്തവരും അത് ശ്രദ്ധിക്കണം. കല്യാണം പണ്ണിനവരും ഇതുവരെ വിവാഹം പണ്ണാത്തവരും കവനിക്ക വേണ്ടും. ഹല്ലേലൂയ, ആമേൻ. ഉറക്കെ ഹല്ലേലൂയ പറഞ്ഞാൽ സത്യമായ ഹല്ലേലൂയ ചൊല്ലൂ. നിങ്ങളുടെ ശരീരം അത്രയ്ക്ക് പവിത്രമാണ്. ഉങ്ങളുടെ ശരീരം അവളവ് പരിശുദ്ധമാനത്. ആ ശരീരത്തിനകത്താണ് അവൻ വാസം ചെയ്യുന്നത്. இந்த ശരീരത്തിൽ தான் அவர் வாசம் பண்ணுகிறார். അതിപരിശുദ്ധ സ്ഥലത്ത് എല്ലാവർക്കും കയറാൻ പറ്റത്തില്ല. മഹാപരിശുദ്ധ സ്ഥലത്തിലെ എല്ലാവർക്കും ഏറി പോക முடியாது. ആണ്ടിൽ ഒരിക്കൽ മാത്രമേ ചെല്ലാൻ പറ്റത്തുള്ളൂ. வருடത്തിൽ ഒരു മുறை മാത്രമേ പ്രധാന ആസാര്യനുക്ക് ചെല്ല முடியும். അതും മഹാപുരോഹിതന് മാത്രമേ അവിടെ പ്രധാന ആസാര്യൻ மட்டும்தான் அங்கே போக முடியும். അല്ല, അവന് എത്രമാത്രം പരിശുദ്ധിപ്പെട്ടിട്ടാണെന്ന് അറിയാൻ അകത്ത് കയറുന്നത്. അവൻ എவ்வளவு പരിശുദ്ധത്തെ കടൈപിടിത്ത് അங்கே പോവാൻ ഭയത്തോട്. അവന്റെ അരയ്ക്കൊരു ചങ്ങല കെട്ടിയിട്ടുണ്ട്. അവന്റെ ഇടുപ്പിലെ ഒരു ചങ്ങലി കട്ടപ്പെട്ടിരിക്കും. അവൻ അബദ്ധവശാൽ വീണ് ചത്താൽ, ഒരു വേളை അവൻ അங்கே ഇറന്നു പോനാൽ ആ ചങ്ങലക്കകത്ത് പിടിച്ചു വാമി പുറത്തിട്ടേക്കണം. വെളിയെ നിന്നുകൊണ്ട് അന്ത ചങ്ങലയെ പിടിത്ത് ഇളുത്തുതാൻ വെളിയെ എടുക്ക വേണ്ടും. ഹല്ലേലൂയ, ആമേൻ. നിങ്ങളുടെ ശരീരം 3 പാർട്ടാണ്. ഉങ്ങളുടെ ശരീരം 3 ഭാഗങ്ങളായിരിക്കും. ദേഹം, ദേഹി, ആത്മാവ്. ആവി, ആത്മ, ശരീരം. സമാഗമന കൂടാരം, പ്രാകാരം, വിശുദ്ധ സ്ഥലം, അതിപരിശുദ്ധ സ്ഥലം. அந்த ஆசரிப்பு கூடாரம்,
പ്രാകാരം, പരിശുദ്ധ സ്ഥലം, മഹാപരിശുദ്ധ സ്ഥലം. നിങ്ങളുടെ ശരീരം ആമേൻ ദേഹി ആത്മാവ്. உங்களுடைய சரீரம் ஆவி, ஆத்துமா சரீரம். ആത്മാവിലാണ് ദൈവം വസിക്കുന്നത്. ஆத்துமாவில் தான் கர்த்தர் வாசம் பண்ணுகிறார். അതുകൊണ്ടാണ് പറഞ്ഞത് നിങ്ങൾ പരിശുദ്ധമാണ് നിങ്ങളുടെ ശരീരം. ஆகையால் தான் சொல்லுவது, திரும்ப திரும்ப சொல்லுவது, உங்கள் சரீரம் பரிசுத்தமாக இருக்க வேண்டும். ഹല്ലേലൂയ. ஆமென். എത്ര പേര് ആമേൻ പറയുന്നു? எத்தனை பேர் ஆமென் சொல்லுகிறீர்கள்? ഹല്ലേലൂയ. ஹல்லேலூயா. ഹല്ലേലൂയ. ஆமென். ഹല്ലേലൂയ. ഹല്ലേലൂയ. എല്ലാവരും ചേർന്ന് ഹല്ലേലൂയ. എല്ലാവരും ഒരു മനമായി ഹല്ലേലൂയ. ശമനരമദനകടകൽക്കരാധന. ഈ രാജ്യത്തിന്റെ ഐഡന്റിറ്റിയാണ് ഈ പറയുന്നത്. இந்த ராஜ்யத்தினுடைய முக்கியத்துவத்தை தான் பேசுகிறேன். ആമേൻ. ഈ രാജ്യത്തിന് ഏറ്റവും ചില പോളിസികളുണ്ട്. இந்த ராஜ்யத்திற்கு சில நிபந்தனைகள் உண்டு. ഇന്ന് രാത്രി ഞാൻ അത് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. സിസ്റ്റം വേറെയാണ്, அதனுடைய அந்த நடவடிக்கைக்ரமங்கள் வேறு, അതിന്റെ ലോസ് വേറെയാണ്, അതിന്റെ നിയമങ്ങൾ വേറെയാണ്, அதனுடைய சட்டதிட்டங்கள் வேறு, അതിന്റെ ടെറിട്ടറി വ്യത്യാസപ്പെട്ടതാണ്. അതിര് அதனுடைய எல்லைகள் வித்தியாசமானது. ദൈവരാജ്യത്തിന്റെ അതിരെന്താണെന്ന് അറിയാമോ? தேவனுடைய ராஜ்யங்களின் எல்லை என்ன தெரியுமா? യേശു ഒരിക്കൽ പറഞ്ഞു, இயேசு ஒரு முறை சொன்னார், നിങ്ങൾ പോയിക്കോ, ഭൂമിയുടെ അറ്റത്തോളം എന്റെ സാക്ഷികളാകും. நீங்கள் புறப்பட்டு போங்கள், பூமியின் கடைசி பரியந்தம் எனக்கு சாட்சிகளாவீர்கள். നിങ്ങൾ എവിടെ പോയി നിന്നാലും അത് ദൈവരാജ്യത്തിന്റെ അതിർത്തിയാണ്. நீங்கள் எங்கே போய் நின்றாலும் அது தேவனுடைய ராஜ்யத்தின் எல்லையா இருக்கிறது. കാരണം നിങ്ങൾ ചവിട്ടുന്ന സ്ഥലം ദൈവരാജ്യത്തിന്റെ അതിർത്തിയാണ്. நீங்கள் கால் மிதிக்கிற இடம் கர்த்தருடைய ராஜ்யத்தின் எல்லை. കൈകളെ ഉയർത്തി ആമീൻ പറഞ്ഞാട്ടെ. கரங்களை உயர்த்தி அல்லேலூயா சொல்லுவோம். ഇവിടുന്ന് ഒരാൾ ജപ്പാനിൽ പോയാൽ, இங்க இருந்து ஒரு ஆள் ஜப்பான் தேசத்துக்கு போனால், ആഫ്രിക്ക പോയാൽ, ஆப்பிரிக்காவுக்கு போனால், നെതർലൻഡിൽ പോയാൽ, நெதர்லாந்துக்கு போனால், ദൈവരാജ്യത്തിന്റെ അതിർത്തിയാണ് നിങ്ങൾ ചെന്ന് നിൽക്കുന്ന സ്ഥലം. நீங்கள் கால் மிதிக்கிற இடம் தேவனுடைய ராஜ்யத்தின் எல்லையா இருக்கிறது. അതുകൊണ്ട് യേശു പറഞ്ഞത് ഭൂമിയുടെ അറ്റത്തോളം. ஆகையால் இயேசு சொன்னார் பூமியின் கடைசி பரியந்தம். ഹല്ലേലൂയ. ஆமென். ഇന്ന് രാത്രി എനിക്ക് ഒത്തിരി ഇഷ്ടം തോന്നുന്നത് ഈ രാജ്യത്തിന്റെ ലാംഗ്വേജുകളുണ്ട്. இந்த இரவு வேளையில எனக்கு ரொம்ப சந்தோஷம், இந்த அந்த ராஜ்யத்தினுடையதான மொழி. ഈ ദൈവരാജ്യത്തിന്റെ ലാംഗ്വേജ് ഏതാണെന്ന് അറിയാമോ? அந்த தேவனுடைய ராஜ்யத்தின் மொழி என்ன தெரியுமா? സ്നേഹത്തിന്റെ ലാംഗ്വേജ് ആണ്, அன்பான மொழி. ഹല്ലേലൂയ. ആമേൻ. ഈ രാജ്യത്തിന്റെ ലാംഗ്വേജ് സ്നേഹത്തിന്റെ ഭാഷയാണ്. இந்த ராஜ்யத்தினுடைய மொழி அன்பின் பாஷையா இருக்கிறது. അതുകൊണ്ട് യേശുവിനെ ക്രൂശിച്ചപ്പോൾ യേശു പറഞ്ഞത് ഇവർ ചെയ്യുന്നത് അറിയുന്നില്ല. ஆகையால் தான் இயேசுவை சிலுவையில் அறைந்த போது சொன்னார், தாங்கள் செய்வது இன்னதென்று அறியாதிருக்கிறார்கள். സ്നേഹമില്ലാത്തടത്ത് ദൈവം ഇല്ല, அன்பில்லாத இடத்தில் தேவன் இல்லை. നിങ്ങൾ എത്ര അന്യഭാഷ പറഞ്ഞാലും സ്നേഹമില്ലെങ്കിൽ അൻപില്ല. நான் எத்தனை அந்நிய பாஷை பேசினாலும் அன்பு இல்லாவிட்டால் ஏதும் இல்லை. ദൈവം ഇല്ല, தேவன் இல்லை. ദൈവ സ്നേഹമാണ്. தேவன் அன்பாகவே இருக்கிறார். സ്നേഹത്തിന് ബോംബിനേക്കാൾ ശക്തിയുണ്ട്. அன்பிற்கு பெரிய ஆட்டம் பாம்பை விட வல்லமை இருக்கிறது. ഹല്ലേലൂയ. ஆமென். ഹല്ലേലൂയ. ஆமென். സ്നേഹം കാണിക്കണം. அன்பு கூற வேண்டும். ചിലർക്ക് സ്നേഹം കാണിക്കാൻ അറിയത്തില്ല, சிலருக்கு அன்பு கூற தெரியாது. ചിലർക്ക് ഉള്ളി സ്നേഹമുണ്ട്, சிலருக்கு உள்ளத்திலே அன்பு இருக்கும், പക്ഷെ അത് കാണിക്കാൻ അറിയത്തില്ല. ஆனால் அதை வெளிப்படுத்த தெரியாது. സ്നേഹം കാണിക്കുന്നതിന് ഒത്തിരി രീതികളുണ്ട്. அன்பை வெளிப்படுத்துவதற்கு அநேக விதங்கள் உண்டு. ഹല്ലേലൂയ. ஆமென். ചിലര് ഫുഡ് കൊടുത്ത് സ്നേഹം കാണിക്കുന്ന കണ്ടിട്ടില്ല. சிலர் ஆகாரம் கொடுத்து அன்பை வெளிப்படுத்துவார்கள். ഹല്ലേലൂയ. ஆமென். ഹല്ലേലൂയ. ஆமென். എനിക്കത് എല്ലാം ഒന്നും പറയാൻ പറ്റത്തില്ല, ഇത് കൺവെൻഷൻ ആയതുകൊണ്ട്. இது கன்வென்ஷன் ஆனபடினால இது எல்லாருக்கிட்டையும் சொல்ல முடியாது. ഉപവാസ പ്രാർത്ഥനയിലായിരുന്നെങ്കിൽ ഞാൻ പറഞ്ഞേനെ. உபவாச ஜெபத்தில் நான் சொல்லி இருப்பேன். ചില ഭാര്യ ഭർത്താക്കൾക്ക് സ്നേഹമുണ്ട്, പക്ഷെ കാണിക്കാൻ അറിയത്തില്ല. சில மனைவிக்கும் புருஷனுக்கும் அன்பு உண்டு, ஆனா வெளிப்படுத்த தெரியாது. അമ്മേ, അവരിങ്ങനെ കിലോമീറ്റർ ദൂരെ നിന്നാ സംസാരിക്കുന്നത്. அவர்கள் அப்படி ரொம்ப அகலம் விட்டுதான் பேசுவார்கள். ഹല്ലേലൂയ. ஆமென். അൻപുണ്ട്, പക്ഷെ കാണിക്കാൻ അറിയത്തില്ല. அன்பு உண்டு, ஆனா வெளிப்படுத்த தெரியாது. ഹല്ലേലൂയ. Glory to God. അൻപെന്ന് പറയുന്നത് കാണിക്കാനുള്ളതാ. அன்பு என்று சொல்வது நாம் வெளிப்படுத்த வேண்டும். ദൈവത്തിന് നമ്മളോടുള്ള സ്നേഹം കാണിച്ച സ്ഥലമാണ് കാൽവറി. தேவன் நம்மோடுள்ள அன்பை வெளிப்படுத்தின இடம்தான் கல்வாரி சிலுவை. ഹലോ. ஆமென். ഹല്ലേലൂയ. ஆமென். ഹല്ലേലൂയ. ஆமென். Thank you Holy Spirit. Praise the Lord. Praise the Lord. Amen. Hallelujah. നമ്മുടെ കുഞ്ഞുങ്ങളെയൊക്കെ എപ്പോഴും നമ്മൾ ചേർത്ത് പിടിക്കണം. நம்முடைய பிள்ளைகளை நாம் அன்போடு அணைத்துக் கொள்ள வேண்டும். നിങ്ങൾ അവരെ സ്നേഹിക്കുന്നു എന്നത് അവർക്ക് ബോധ്യം ഉണ്ടാകണം. நீங்கள் அவர்களிடத்தில் அன்பா இருக்கிறீர்கள் என்று அவர்கள் உறுதியாய் நம்ப வேண்டும். എപ്പോഴും കടിച്ചു കീറുന്നത് പോലെ അവരോട് സംസാരിക്കരുത്. அப்படியே ரொம்ப ஆமை கடிச்சு பட்டிக்கிறது போലുള്ള அந்த சுபாவத்தை வெளிப்படுத்த கூடாது.
ഹല്ലേലൂയ. ഹല്ലേലൂയ. അതുകൊണ്ടാ ചില കുഞ്ഞുങ്ങൾക്ക് വീട്ടിൽ വരാൻ ഇഷ്ടമില്ലാത്ത. ആനപടിയാൽ தான் அநேக பிள்ளைகளுக்கு வீட்டிலே வர மனமில்லை. അവർക്ക് ചിലപ്പോൾ പഠിക്കാൻ കഴിവില്ല, അവർക്ക് പഠിപ്പதற்குரியதான திறமை இல்லை. രണ്ട് വിഷയത്തിന് അവർ തോറ്റുപോയി, രണ്ട് പാഠങ്ങളിലെ തോറ്റുവിട്ടാர்கள். അവർ വളരെ ടെൻഷനായിട്ടാണ് വീട്ടിൽ വരുന്നത്, ரொம்ப பாரத்தோடு வீட்டில் ஏறி வருகிறார்கள். എന്നാലും തോളെ തട്ടിയിട്ട് പറ, ஆனாலும் தோளிலே தட்டி கொடுத்து சொல்லுங்கள், നീ അടുത്ത പ്രാവശ്യം ജയിക്കും, அடுத்த தடவை நிச்சயமா ஜெயிப்பாய். ഹല്ലേലൂയ. ഹല്ലേലൂയ. അപ്പനും അമ്മയും എപ്പോഴും അങ്ങനെ കുഞ്ഞുങ്ങളെ കാണണം. தாயும் தகப்பனும் எப்போதும் அப்படிதான் பிள்ளைகளை பார்க்க வேண்டும். ഹല്ലേലൂയ. ആമേൻ. കുഞ്ഞുങ്ങൾക്കൊക്കെ ഒരു ആശ്വാസം ഞാൻ പറയുമ്പോ, പിള്ളേർക്ക് ഇதை കേൾക്കുമ്പോൾ ഒരു பெரிய ആറുതൽ. ഹല്ലേലൂയ. ആമേൻ. ഹല്ലേലൂയ. ഹല്ലേലൂയ. എപ്പോഴും ശകാരിക്കുന്നത് മാത്രം പോരാ, കോപത്തെ വെളിപ്പെടുത്തുന്നത് മറ്റും പോതാത്. നിങ്ങളുടെ കുഞ്ഞുങ്ങളെ ഇടയ്ക്കൊക്കെ കെട്ടിപ്പിടിച്ച് അവരോട് പറയണം, ഞാൻ നിന്നെ സ്നേഹിക്കുന്നു. உங்களுடைய பிள்ளைகளை கட்டி அணைத்து இடைக்கிட சொல்ல வேண்டும், நான் உன்னிடத்தில் அன்பா இருக்கிறேன். ഹല്ലേലൂയ. ആമേൻ. നിങ്ങൾ അങ്ങനെ പറഞ്ഞില്ലെങ്കിൽ വേറെ ആരെങ്കിലും ഐ ലവ് യു എന്ന് പറയുമ്പോൾ അതിന്റെ കൂട്ടത്തിൽ പോകും. நீங்கள் அப்படி சொல்லாவிட்டால் வேற யாராவது ஐ லவ் யூ என்று சொன்னால் அவர்கள் பின்னாலே போய் விடுவார்கள். ബസ് കണ്ടക്ടറിന്റെ കൂടെ പോകും, பஸ் கண்டக்டரோட கூட போவார்கள். അവൻ ചുമ്മാ അത് മണി അടിച്ചോണ്ടിരിക്കും, ഐ ലവ് യു. அவன் மணி அடித்து கொண்டிருக்கும் போது இப்படி சொல்லுவான் இடைக்கிட. ഹല്ലേലൂയ. ആമേൻ. അവൻ മണി അടിച്ചു കൊണ്ടുപോകും, അവൻ മണി അടിத்து കൊണ്ടേ போயிடுவான். ഹല്ലേലൂയ. ഹല്ലേലൂയ. നീ ഇടയ്ക്കിടയ്ക്ക് നിന്റെ കുഞ്ഞുങ്ങളെ നോക്കി പറയണം, நீங்கள் அடிக்கடி உங்கள் பிள்ளைகளை பார்த்து சொல்ல வேண்டும், നീ ഏറ്റവും വിലപ്പെട്ടതാണ് ദൈവത്തിന്, நீ தேவனுக்கு விலையேறப்பட்டவன். ഹല്ലേലൂയ. ഹല്ലേലൂയ. ഞാൻ നിന്നെ പ്രാർത്ഥിച്ചാണ് വാങ്ങിച്ചത്, நான் உன்னை ஜெபித்து வாங்கினேன் தேவனிடமிருந்து. ഞാൻ പ്രാർത്ഥിച്ചാണ് നിന്നെ വാങ്ങിച്ചത്, நான் ஜெபித்து தேவனிடமிருந்து உன்னை பெற்றுக்கொண்டேன். നീ നഷ്ടപ്പെട്ടു പോകാൻ ദൈവം അനുവദിക്കത്തില്ല. நீ നഷ്ടമായി പോക தேவன் അനുവദിக்க മാட்டார். കരങ്ങളെ ഉയർത്തി ആമേൻ പറഞ്ഞാട്ടെ. ഹല്ലേലൂയ. 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 Thank you Holy Spirit. ആമേൻ. സ്തോത്രം. ഹല്ലേലൂയ. ഹല്ലേലൂയ. നിങ്ങളുടെ ഭാര്യ നിങ്ങളെ സ്നേഹിക്കാതിരിക്കരുത്, உங்களுடைய மனைவி உங்களிடத்தில் அன்பு கூறாமல் இருக்க கூடாது. നിങ്ങളുടെ ഭർത്താവ് നിങ്ങളെ സ്നേഹിക്കാതിരിക്കരുത്, உங்களுடைய புருஷன் உங்களிடத்தில் அன்பு கூறாமல் இருக்க கூடாது. നിങ്ങളെ വിട്ടിട്ട് ഒരു അന്യ സ്ത്രീയുടെ അടുക്കൽ നിങ്ങളുടെ ഭർത്താവ് പോകരുത്, உங்களை விட்டு ஒரு அந்நிய ஸ்திரியின் அடுத்து உங்களுடைய புருஷன் போக கூடாது. നിങ്ങൾ കൊടുക്കേണ്ട എല്ലാ ബഹുമാനവും മാന്യതയും സ്നേഹവും ആ ആൾക്ക് കൊടുക്കണം. நீங்கள் കൊടുக்க வேண்டிய கனமும் அன்பும் எல்லாம் அவர்களுக்கு நீங்கள் கொடுக்க வேண்டும். അങ്ങനെ കൊടുത്താൽ ഒരു പുരുഷനും പോകത്തില്ല, அப்படி கொடுத்தால் ஒரு புருஷனும் பகைத்து போக மாட்டார், ഒരു സ്ത്രീയും പോകത്തില്ല. ஒரு ஸ்திரீ பின்மாறி போக மாட்டாள். ഹല്ലേലൂയ. ஆமென். Glory to God. ஆமென். ഹല്ലേലൂയ. ஸ்தோத்திரம். ഈ രാജ്യത്തിന്റെ സിസ്റ്റം വേറെയാണ്, இந்த ராஜ்யத்தினுடைய நடபடிகள் வேற. ഈ രാജ്യത്തിന് ഫെസ്റ്റിവലുകളുണ്ട്, ഉത്സവങ്ങളുണ്ട്. இந்த ராஜ்யத்திற்கு அநேக பண்டிகைகள் உண்டு. നിങ്ങൾ സക്കറിയ പ്രവചനത്തിൽ വായിക്കുന്നു, சகரியா தீர்க்கதரிசனத்தில் வாசிக்கிறோம். ഈ രാജ്യത്തിന്റെ ഉത്സവം എന്ന് പറയുന്നത് ഉപവാസമാണ്. இந்த ராஜ்யத்தின் பண்டிகை என்று சொல்வது உபவாசம். അതുകൊണ്ട് 7-ാം മാസത്തിലെ ഉപവാസം, 5-ാം മാസത്തിലെ ഉപവാസം ഞങ്ങൾക്ക് ആനന്ദവും പ്രമോദവും ഉത്സവമാണ്. ஆனபடியால் வசனம் சொல்லுகிறது 5ஆம் மாசத்தின் உபவாசம் 7ஆம் மாசத்தின் உபவாசம் எங்களுக்கு சந்தோஷமும் மகிழ்ச்சியுமா இருந்தது. ഹല്ലേലൂയ. ஹல்லேலூயா. ആരാധനയാണ് ഫെസ്റ്റിവൽ, ஆராதனை தான் பண்டிகை. ഹല്ലേലൂയ. ஹல்லேலூயா. ഞങ്ങളുടെ ജനറൽ കൺവെൻഷൻ ഒരു ഉത്സവമാണ്, எங்களுடைய ஜெனரல் கன்வென்ஷன் ஒரு பெரிய பண்டிகை. ഹല്ലേലൂയ. പറയാമോ? சொல்லலாமா? ஹல்லேலூயா. എല്ലാ ആണ്ടിലും നടക്കുന്ന ഈ ജനറൽ കൺവെൻഷൻ ഒരു ഉത്സവമാണ്. எல்லா வருஷத்தில் நடைபெறுகிறதான ஜெனரல் கன்வென்ஷன் ஒரு பெரிய பண்டிகை. എല്ലാ മാസത്തിലും നടക്കുന്ന പ്രാർത്ഥന ഒരു ഉത്സവമാണ്. எல்லா மாசங்கள் நடக்கிற ஜெப கூட்டங்கள் ஒரு பெரிய பண்டிகை. ஆமென். ഹല്ലേലൂയ. ஹல்லேலூயா. ഈ രാജ്യത്തിന്റെ ആസ്തി എന്നാണെന്നറിയാമോ? இந்த ராஜ்யத்தினுடைய சொத்து என்ன தெரியுமா? ആമേൻ. ഈ രാജ്യത്തിൽ കടന്നു വരുന്ന ഒരാൾ പോലും പട്ടിണി കിടക്കാൻ ദൈവം അനുവദിക്കത്തില്ല. இந்த ராஜ்யத்துக்கு உள்ளே வருகிற ஒரு ஆள் கூட பட்டினியா இருக்க கூடாது. ആമേൻ. ஆமென். ഈ രാജ്യത്തിന്റെ ആസ്തി നിങ്ങൾ അറിയണം. இந்த ராஜ்யத்தினுடைய அந்த சம்பத்தை நீங்கள் அறிய வேண்டும். എനിക്ക് അതൊന്ന് പറഞ്ഞാൽ കൊള്ളാന്നുണ്ട്, നിങ്ങളൊന്ന് ശ്രദ്ധിക്കാമെങ്കിൽ ഒരു 2 മിനിറ്റ് കൊണ്ട് പറയാം. அதை சொல்ல விரும்புகிறேன், நீங்கள் கவனிப்பீர்கள் என்றால் 2 நிமிஷம் அதை குறித்து சொல்லுகிறேன். ഹല്ലേലൂയ. ஆமென். ഈ രാജാവിന്റെ ആസ്തി ഭയങ്കരമാ. இந்த ராஜாவுடைய சம்பத்து மிக பயங்கரம். അവൻ ഭൂമിയും അതിന്റെ പൂർണ്ണതയും അവനുള്ളതാണ്, பூமியும் அதன் நிறைவும் அவருக்குரியது. സ്വർണം അവന്റേതാ, பொன் அவருடையது, വെള്ളി അവരുടേതാ, வெள்ளி அவருக்குரியது, എണ്ണ കിണറുകൾ അവന്റേതാ, எண்ணெய் കിണറുകൾ എല്ലാം അവருக்குரியது. ഒരു ഹല്ലേലൂയ പറഞ്ഞാട്ടാ. ഹല്ലേലൂയ. നിങ്ങളുടെ രാജാവ് പാപ്പരനല്ല, உங்களுடைய ராஜா தரித்திரன் அல்ல. ഹല്ലേലൂയ. അവൻ സമ്പന്നനാണ്, அவர் ஐஸ்வர்ய சம்பன்னரா இருக்கிறார். ഹല്ലേലൂയ. ഹല്ലേലൂയ. അവൻ ദരിദ്രനായത് നിങ്ങളെ സമ്പന്നനാക്കാനാണ്. அவர் தரித்திரரானது உங்களை ஐஸ்வர்யவான்களாக்க. ஆமென். അല്ല ഹല്ലേലൂയ പറയുന്നില്ല. நல்ல அல்லேலூயா சொல்லவில்லை அதை கேட்டபோது. അവൻ ദരിദ്രനായത് നിങ്ങളെ സമ്പന്നനാക്കാനാണ്. நாம் ஐஸ்வர்யவான்கள் ஆகும்படி அவர் நமக்காய் தரித்திரரானார். ഹല്ലേലൂയ. ஹல்லேலூயா.
അവന്റെ അണ്ടറിലാണ് ഇതെല്ലാം നടക്കുന്നത്. அவருடைய ஆமே கண்ட்ரோலுக்குள்ளதான் இவையெல்லாம் நடக்கிறது. ചോദിക്കുന്നതിനേക്കാളും നനയ്ക്കുന്നതിനേക്കാളും അത്യന്തം വരെ അവൻ നിങ്ങളെ നടത്തും. നാം വേണ്ടിக் கொள்வதற்கும் நினைப்பதற்கும் மிக அதிகமாய் அவர் நடத்துவார். അതുകൊണ്ടാണ് യേശു പറഞ്ഞത് മുമ്പേ അവന്റെ രാജ്യത്തെ അന്വേഷിക്കണം. ஆகையால்தான் இயேசு சொன்னார், முதலாவது அவருடைய ராஜ்யத்தை தேடுங்கள், നീതിയെ അന്വേഷിക്കണം, அவருடைய நீதியை தேடுங்கள். എന്നാൽ അതോടുകൂടെ ഇതെല്ലാം നിങ്ങളുടെ ജീവിതത്തിൽ വരും. அதோடு சேர்த்து இவை எல்லாம் உங்களுடைய வாழ்க்கையிலே வந்து சேரும். വിശ്വസിക്കുന്നവർ ആമേൻ പറഞ്ഞാട്ടെ. அதை நம்புகிறவர்கள் ஆமென் சொல்லலாம். ഇന്ന് രാത്രി ഞാൻ ഒരു ചോദ്യം ചോദിക്കുന്നു. ആർക്ക് ആഗ്രഹമുണ്ട് ഈ രാജ്യത്തെ കുറിച്ച് അറിയാൻ? யாருக்கு விருப்பம் இருக்கிறது இந்த ராஜ்யத்தை பற்றி நான் தெரிந்து கொள்ள ഈ வேண்டும்? രാജാവിന്റെ പുറകെ പോകാൻ ആർക്ക് താല്പര്യമുണ്ടോ? இந்த ராஜாவின் பின்னாலே போக யாருக்கு விருப்பம் உண்டு? ആമേൻ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇന്ന് രാത്രി ആദ്യമായി ഈ കൺവെൻഷനിൽ വന്നവരാരെങ്കിലും ഉണ്ടെങ്കിൽ ഇത് കേട്ടോ. முதலாவது இந்த கன்வென்ஷனில் யாராவது வந்திருக்கிறீர்கள் என்றால் நீங்கள் கேளுங்கள். നീ ഈ രാജ്യത്തെ അറിഞ്ഞാൽ, நீ இந்த ராஜ்யத்தை தெரிந்து கொண்டால், ഈ രാജാവിനെ നീ അറിഞ്ഞാൽ, இந்த ராஜாவை நீ புரிந்து கொண்டால், രാജ്യത്തിന്റെ ആസ്തി നീ അറിഞ്ഞാൽ, இந்த ராஜ்யத்தின் சம்பத்தை நீ புரிந்து கொண்டால், നീ ഒരിക്കലും തിരുമ്പി പോകത്തില്ല. நீ ஒருபோதும் பின்மாறி போக மாட்டாய். ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ആമേൻ. അതുകൊണ്ടാണ് യേശു പറഞ്ഞത് രാജ്യം അറിയണം. ஆகையால் தான் இயேசு சொன்னார், அவருடைய ராஜ்யத்தை தேடுங்கள், രാജാവിനെ അറിയണം. ராஜாவை அறிய வேண்டும். ആമേൻ. ഹല്ലേലൂയ. പക്ഷെ ഈ രാജ്യത്തെ അങ്ങനെ പെട്ടെന്ന് പ്രവേശിക്കാൻ പറ്റത്തില്ല. ஆனால் அவ்வளவு எളുப்பமாக இந்த ராஜ்யத்துக்குள்ளே பிரவேசிக்க முடியாது. ഈ ഓൺലൈനിൽ കൂടെ ഒത്തിരി പേര് കണ്ടോണ്ടിരിക്കുകയാണ്. இந்த நேரலை வழியாக அநேகர் பார்த்து கொண்டிருக்கிறார்கள். ഹൗ ടു എൻ്റർ ദിസ് കിങ്ഡം, എങ്ങനെയാണ് ഈ രാജ്യത്തിൽ പ്രവേശിക്കുന്നത്, எப்படி இந்த ராஜ்யத்துக்குள்ளே பிரவேசிப்பது, അതുകൂടെ പറയാനുള്ള സമയമേ ഇന്ന് രാത്രിയേ ഉള്ളൂ. அதை மட்டும் சொல்லக்கூடிய நேரம் தான் இருக்கிறது. ഞാൻ അത് പറഞ്ഞിട്ട് അവസാനിപ്പിക്കാം. அதை சொல்லி முடிக்கிறேன். ഈ രാജ്യത്തിൽ അങ്ങനെ പെട്ടെന്ന് പ്രവേശിക്കാൻ പറ്റത്തില്ല. அவ்வளவு எளிதாக இந்த ராஜ்யத்துக்குள்ளே பிரவேசிக்க முடியாது. ഞാൻ ഓർക്കുകയാണ്, ഈ കണ്ട മനുഷ്യരെല്ലാം ഈ കാനഡയ്ക്കും അമേരിക്കയ്ക്കും എന്തിനാ പോന്നെ? நான் நினைக்கிறேன், இந்த மனுஷர்கள் எல்லாம், இந்த மனுஷர் கூட்டம் எல்லாம் கனடாவுக்கு அமெரிக்காவுக்கு எதற்காய் போகிறார்கள்? ഇപ്പോഴത്തെ യങ് ജനറേഷൻ ഓൾ ആർ മൈഗ്രേറ്റഡ് ടു ഓസ്ട്രേലിയ, കാനഡ, US, UK എല്ലാ രാജ്യത്തിലോട്ടും കയറി പോവാ. இப்பொழுதுள்ள வாலிபர்கள் எல்லாரும் அமெரிக்கா, கனடா, ஆஸ்திரேலியா, ஆமே லண்டன் அப்படிப்பட்ட இடங்களுக்கு ஏறி போகிறார்கள். അവർക്കാർക്ക് തമിഴ്നാട് വേണ്ട, அவர்களுக்கு யாருக்கும் தமிழ்நாடு வேண்டாம், അവർക്കാർക്ക് കേരള വേണ്ട. அவர்களுக்கு யாருக்கும் கேரளா வேண்டாம். കാരണം ഇതിനേക്കാൾ ഫെസിലിറ്റി ഉണ്ട് ആ രാജ്യത്തിൽ. ஆனால் அவர்களுக்கு இதை விட விசேஷமான ஒரு தன்மை அந்த ராஜ்யங்களில் இருக்கிறது. അവർ ആ രാജ്യത്തിന്റെ സിസ്റ്റത്തെ മനസ്സിലാക്കുന്നു. அந்த ராஜ்யங்களுடையதான அந்த நிலைமை அவர்கள் புரிந்திருக்கிறார்கள். അതിന്റെ വെൽത്തിനെ, അതിന്റെ ധനത്തെ അവർ അറിയുന്നു. அதனுடைய அந்த சம்பத்தை அவர்கள் அறிகிறார்கள். അവിടെ ഒരു മണിക്കൂർ ജോലി ചെയ്താൽ എത്ര രൂപ കിട്ടുമെന്ന് അവർ അറിയും. ஒரு மணிக்கூர் வேலை செய்தால் எவ்வளவு பணம் கிடைக்கும் என்று அவர்களுக்கு தெரியும். അവിടെ എത്ര വയസ്സുള്ളവർക്കും ജോലി ചെയ്യാം. இத்தனை வயது உள்ளவர்களுக்கும் அங்க வேலை செய்யலாம். ഏത് രാത്രിയിലും ഇറങ്ങി നടക്കാം. எந்த இரவிலே இறங்கி நடக்கலாம். ഒരു അറ്റാക്കും ഉണ്ടാകത്തില്ല. ஒரு ஸ்தம்பனமும் உண்டாகாது. ആ രാജ്യത്തിന്റെ സെക്യൂരിറ്റി വലുതാണ്. அந்த ராஜ்யத்துடைய பாதுகாப்பு மிக பெரியது. അതുകൊണ്ടാണ് ആൾക്കാർ മൈഗ്രേറ്റ് ചെയ്യുന്നത്. ஆகையால் தான் அதை விரும்பி போகிறார்கள். പക്ഷേ യേശു പറഞ്ഞു ഈ രാജ്യത്തെ അറിയണം. ஆனால் இயேசு சொன்னார், இந்த ராஜ்யத்தை நீங்கள் தெரிந்திருக்க வேண்டும். പക്ഷേ എല്ലാവർക്കും ഈ രാജ്യത്തിൽ എൻട്രൻസ് ഇല്ല. ஆனால் எல்லாரும் அந்த ராஜ்யத்தில் பிரவேசிக்க முடியாது. യേശു ഒരിക്കൽ ഒരു ഭയങ്കര പണ്ഡിതനായ മനുഷ്യൻ ചോദിച്ചു, എങ്ങനെയാണ് ഈ രാജ്യത്തിൽ പ്രവേശിക്കുക? ஒரு பெரிய பண்டிதனாகிய மனுஷன் இயேசுவிடம் ஒரு முறை கேட்டால், எப்படி இந்த ராஜ்யத்துக்குள்ளே பிரவேசிப்பது? അവന്റെ പേര് നിക്കോദിമോസ് എന്നാണ്. அவருடைய பேர் நிக்கோதேமு என்று യോഹന്നാൻ 3:1 മുതലുണ്ട്. யோவான் சுவிசேஷம் 3:1 வாசிக்கிறோம். അവൻ ചോദിച്ചു, എങ്ങനെയാണ് ഞാൻ ഈ രാജ്യത്തിൽ പ്രവേശിക്കുക? அவன் கேட்டான், எப்படி இந்த ராஜ்யத்தில் நான் பிரவேசிப்பேன்? യേശു പറഞ്ഞു, വീണ്ടും ജനിക്കണം. இயேசு சொன்னார், மறுபடியும் பிறக்க வேண்டும். ഈ രാജ്യത്തിൽ നിങ്ങൾക്ക് അംഗത്വം വേണമെങ്കിൽ ആദ്യം ചെയ്യേണ്ടത് വീണ്ടും ജനിക്കണം. இந்த ராஜ்யத்தின் குடிமகனாய் நீ மாற வேண்டுமானால் நீ மறுபடியும் பிறக்க வேண்டும். ഹല്ലേലൂയ, ആമേൻ, ഹല്ലേലൂയ, ഹല്ലേലൂയ. അവൻ എടുത്ത വായിലെ ചോദിച്ചു, അമ്മയുടെ വയറ്റിൽ വീണ്ടും ജനിക്കുന്നതാണോ? அவன் அப்படியே கேட்டான். உடனே நான் தாயின் வயிற்றில் பிரவேசித்து மறுபடியும் பிறக்க கூடுமோ? യേശു പറഞ്ഞു, അല്ല, இயேசு சொன்னார், அல்ல, ആത്മാവിൽ ജനിക്കണം. ஆவியில் பிறக்க வேண்டும். ஆமென், ஆமென், ஸ்தோத்திரம். ഒരു മനുഷ്യന് 2 ഡേറ്റ് ഓഫ് ബർത്ത് ആണ്. ஒரு மனுஷனுக்கு 2 பிறந்த நாட்கள். എനിക്ക് 2 ഡേറ്റ് ഓഫ് ബർത്ത് ഉണ്ട്. எனக்கு 2 பிறந்த நாட்கள் உண்டு. ഒന്ന് എന്റെ അമ്മ എന്നെ പ്രസവിച്ചത്, ஒன்று என்னுடைய தாய் என்னை பெற்றது, 2 യേശുവിന് വേണ്ടി എന്റെ ഹൃദയം കൊടുത്തത്, 2 இயேசுவுக்காக என்னையே நான் ஒப்பு கொடுத்தது. ഓർക്കുന്നുണ്ടോ 2 ഡേറ്റ് ഓഫ് ബർത്ത്? அந்த 2 டேட் ஆஃப் பர்த் நினைவிருக்கிறதா?
കല്യാണം കഴിച്ച ദിവസം മറന്നാലും കർത്താവിനെ കണ്ട ദിവസം മറക്കരുത്. கல்யாணம் பண்ணினதான கல்யாண நாளை மறந்தாலும் கர்த்தரை கண்ட நாளை ஒருபோதும் மறக்க கூடாது. ചിലർക്ക് വെഡിങ് ആനിവേഴ്സറിയുടെ ഡേറ്റ് ഒന്നും അറിയത്തില്ല, சிலருக்கு கல்யாண நாளுடைய அந்த நாள் நினைவொன்றும் இல்ல, എന്നാലും കുഴപ്പമില്ല, എന്നാലും பரவாயில்ல. പക്ഷെ കർത്താവിനെ കണ്ട ഡേറ്റ് മറക്കരുത്. ஆனால் கர்த்தரை கண்டதான நாளை மறக்க கூடாது. ഹല്ലേലൂയ. ஹல்லேலூயா. നിങ്ങളുടെ ബൈബിളിന്റെ പുറകിൽ എഴുതിയിടണോ? உங்களுடைய பைபிளிலோ எதாவது எழுதி வைத்திருக்க வேண்டும். നിങ്ങൾ സ്നാനപ്പെട്ട ഡേറ്റ് നിങ്ങൾക്ക് അറിയാമോ? நீங்கள் ஞானஸ்நானம் பெற்றதான தேதி தெரியுமா? ആരാണ് നിങ്ങളെ സ്നാനപ്പെടുത്തിയതെന്ന് അറിയാമോ? யார் உங்களுக்கு ஞானஸ்நானம் கொடுத்ததுன்னு தெரியுமா? தெரியாது. ഹല്ലേലൂയ. ഞാൻ ചില ആൾക്കാരോടൊന്ന് ചോദിക്കാൻ പോവാ. நான் சிலரிடத்துல கேள்வி கேட்க போறேன். ചില ആൾക്കാരോട് ഞാൻ ചോദിക്കാൻ പോവാ. நான் சிலரிடத்துல கேட்க போகிறேன். രക്ഷിക്കപ്പെട്ട ഡേറ്റ് എന്താണ്? நீ രക്ഷിക്കപ്പെട്ട தேதி என்ன? സ്നാനപ്പെട്ട ഡേറ്റ് എന്താണ്? ஞானஸ்நானம் பெற்ற தேதி என்ன? ആരാണ് നിങ്ങളെ ജ്ഞാനസ്നാനം പെടുത്തിയത്? யார் உங்களுக்கு ஞானஸ்நானம் கொடுத்தது? ഹല്ലേലൂയ. 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 ഞാൻ 1991 യേശുവിന് വേണ്ടി എന്റെ ഹൃദയം കൊടുക്കുന്നത്. நான் 1991 என்னை கர்த்தருக்கு கொடுத்தேன். ഹല്ലേലൂയ. ഞാൻ അന്ന് +2 പഠിക്കുന്ന ടൈമാണ്. நான் அன்று 12ஆம் வகுப்பு படிக்கிற வேளை. ഹല്ലേലൂയ. ആമേൻ. ഹല്ലേലൂയ. ഹല്ലേലൂയ. ഞാൻ നന്നായിട്ട് ഓർക്കുന്നു ഞാൻ രക്ഷിക്കപ്പെട്ട ദിവസവും ആ മണിക്കൂറുകളും. எனக்கு நல்ல ஞாபகம் இருக்கிறது நான் രക്ഷിക്കപ്പെട്ടதான நாளும் அந்த மணிக்கூറുம். ഹല്ലേലൂയ. ആമേൻ. 33 വർഷം കഴിയുന്നു. 33 ആണ്ടുകളാகிறது. എന്റെ യേശുവിന് വേണ്ടി ഞാൻ ഹൃദയം കൊടുത്തിട്ട്. என் இருதயத்தை நான் ஆண்டவருக்கு கொடுத்து. ഹല്ലേലൂയ. ആമേൻ. നിങ്ങളുടെ ജീവിതത്തിൽ 2 ഡേറ്റ് ഓഫ് ബർത്ത് ആണ്. അമ്മ പ്രസവിച്ചതും യേശുവിന് വേണ്ടി ഹൃദയം കൊടുത്തതും. உங்களுடைய வாழ்க்கையிலே 2 பிறந்த நாட்கள். ஒன்று தாயின் கர்ப்பத்திலிருந்து பிறந்த நாள், மற்றொன்று இயேசுவுக்கு உங்கள் இருதயத்தை கொடுத்த நாள். എന്റെ അമ്മ എന്നെ പ്രസവിച്ചിട്ട് 53 വർഷമായി. என் தாய் என்னை பெற்று 53 ആണ്ടുകളാகிறது. യേശുവിന് വേണ്ടി എന്റെ ഹൃദയം കൊടുത്തിട്ട് 33 വർഷമായി. இயேசுவுக்காக என்னை ஒப்பு கொடுத்து 33 ആണ്ടുകളാகிறது. ഹല്ലേലൂയ. ഹല്ലേലൂയ. എത്ര പേർ ആമേൻ പറയുന്നു? എത്ര പേർ ആമേൻ ചൊല്ലുகிறீர்கள்? യേശുവിന് വേണ്ടി ഹൃദയത്തെ കൊടുക്കാത്ത ആരെങ്കിലും ഉണ്ടോ ഇതിനകത്ത്? இயேசுவுக்கு இருதயத்தை கொடுக்காமல் யாராவது இங்க இருக்கிறீர்களா? നിന്റെ സെക്കൻഡ് ഡേറ്റ് ഓഫ് ബർത്ത് ഈ രാത്രി ദൈവം ജീവപുസ്തകത്തിൽ എഴുതാൻ ആഗ്രഹിക്കുന്നു. இரண்டாவது நீ கிறிஸ்துவுக்குள் ஆவியிலே பிறந்த நாளை அவருடைய ஜீவ புத்தகத்திலே இந்த இரவு வேளையிலே எழுத விரும்புகிறார். കരങ്ങളെ തൂക്കി ആണ്ടവർക്ക് മഹത്വം കൊടുത്താട്ടെ. ആമേൻ. ഹല്ലേലൂയ. ദൈവസന്നിധിയിൽ ഹൃദയത്തെ കൊടുക്കാത്ത ഒരാളെങ്കിലും ഉണ്ടെങ്കിൽ ഈ രാത്രി ഈ ദൂതിന്റെ മുമ്പിൽ അവിടെ ഹൃദയത്തെ വിട്ടുകൊടുക്കുക. தேவ சமூகத்திலே உட்கார்ந்திருக்கிறவர்கள் யாராவது உங்கள் இருதயத்தை இதுவரை கர்த்தருக்கு ஒப்புக்கொடுக்கவில்லை என்றால் அவர்களுக்கு உங்கள் இருதயத்தை ஒப்புக்கொடுங்கள். വീണ്ടും ജനിക്കാത്തവർക്ക് ഈ രാജ്യത്തിൽ പ്രവേശനമില്ല. மறுபடியும் பிறவாவிட்டால் இந்த ராஜ்யத்துக்குள்ளே பிரவேசிக்க முடியாது. ഈ രാജ്യത്തെ പ്രവേശിച്ചില്ല എങ്കിൽ ഈ രാജ്യത്തെ കുറിച്ച് നിങ്ങൾക്ക് അറിയാൻ പറ്റത്തില്ല. இந்த ராஜ்யத்தில் பிரவேசியாவிட்டால் அந்த ராஜ்யத்தை குறித்து உங்களுக்கு அறிந்து கொள்ள முடியாது. ഈ രാജ്യത്തിന്റെ ഫെസിലിറ്റി നിങ്ങൾക്ക് അനുഭവിക്കണമെങ്കിൽ ഈ രാജ്യത്തിൽ നിങ്ങൾ ആദ്യമായി പ്രവേശിച്ചേ പറ്റത്തുള്ളൂ. அந்த ராஜ்யத்தினுடைய விசேஷமான தன்மையை நீங்கள் அறிய வேண்டுமானால் அந்த ராஜ்யத்துக்குள்ளே நீங்கள் பிரவேசிக்க வேண்டும். എനിക്ക് തോന്നുന്നു ഇതിനകത്ത് ഗൾഫിൽ ജോലി ചെയ്യുന്നവരുണ്ട്, அரபு நாடுகளிலே வேலை செய்கிறவர்கள் இங்கே இருக்கலாம், സൗദിയ ജോലി ചെയ്യുന്നവരുണ്ട്, சவுதி அரேபியாவில் வேலை செய்கிறவர்கள் இருக்கலாம், ദുബായ് ജോലി ചെയ്യുന്നവരുണ്ട്, துபாயில் வேலை செய்கிறவர்கள் இருக்கலாம். നിങ്ങൾ ദുബായ് ഗവൺമെന്റിൽ ആ രാജ്യത്തിന്റെ പ്രതിനിധിയാകണമെങ്കിൽ நீங்கள் துபாய் தேசத்தில் உள்ள அந்த தேசத்தின் பிரதிநிதி ஆக வேண்டுமானால் ആദ്യം വിസ എടുക്കണം. முதலாவது விசா எடுக்க வேண்டும். ഹല്ലേലൂയ. പാസ്പോർട്ട് ഉണ്ടായിരിക്കണം, വിസ എടുക്കണം. பாஸ்போர்ட் இருந்தாலும் விசா எடுக்க வேண்டும். വിസ അടിച്ചതിന് ശേഷം ആ രാജ്യത്തിൽ ചെന്നിട്ട് ആ രാജ്യത്തിൽ നിങ്ങൾക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും സഞ്ചരിക്കാൻ ഒരു കാർഡ് തരും. விசா ஸ்டாம்ப் செய்த பின்பு நீங்கள் அந்த தேசத்திலே போய் இறங்கின பின்பு நீங்கள் அந்த தேசத்திலே சஞ்சரிப்பதற்கு ஒரு கார்டு உங்களுக்கு கொடுப்பார்கள். അതൊരു ഐഡി കാർഡാണ്. அது ஒரு ஐடி கார்டு. ആ കാർഡ് ഇല്ലാതെ നിങ്ങൾക്ക് ബസ് യാത്ര ചെയ്യാൻ പറ്റത്തില്ല. அந்த கார்டு இல்லாமல் நீங்கள் பஸ் யாத்திரை அங்கே பண்ண முடியாது. ഒരു ഹല്ലേലൂയ. ആമേൻ. നിങ്ങൾക്ക് ഒരു ഹോസ്പിറ്റലിൽ പോകാൻ പറ്റത്തില്ല. ஒரு ஆஸ்பத்திரிக்கு போக முடியாது. ആമേൻ. നിങ്ങൾക്ക് ഒരു മെട്രോ ട്രെയിനിൽ കയറാൻ പറ്റത്തില്ല. அங்கே உள்ள ஒரு மெட்ரோ ட்ரெயின்ல அந்த கார்டு இல்லாமல் நீங்கள் ஏற முடியாது. ഈ രാജ്യത്തിൽ വെറുതെ ഒരാൾക്ക് എൻട്രൻസ് കിട്ടത്തില്ല. அந்த ராஜ்யத்துக்குள்ளே சும்மா வெறுமனே ஒரு ஆளுக்கு பிரவேசிக்க முடியாது. വീണ്ടും ജനിക്കണം, மறுபடியும் பிறக்க வேண்டும். ആമേൻ. ഹല്ലേലൂയ. ആമേൻ. Oh, I feel the presence. ദൈവ സാന്നിധ്യം ഞാൻ അനുഭവിക്കുന്നു. தேவனுடைய அந்த பிரசன்னத்தை நான் உணர்கிறேன். വീണ്ടും ജനിക്കാത്തവർക്ക് രാജ്യത്തിൽ പ്രവേശനമില്ല. மறுபடியும் பிறவாதவர்கள் அந்த ராஜ்யத்துக்குள்ளே பிரவேசிக்க முடியாது. നിക്കോദോമസ് ചോദിച്ചു, അമ്മയുടെ വയറ്റിൽ വീണ്ടും ജനിക്കണോ? நிக்கோதேமு இப்படி கேட்டார், தாயின் வயிற்றிலே மறுபடியும் பிரவேசித்து பிறக்க கூடுமோ? യേശു പറഞ്ഞു വേണ്ട. இயேசு சொன்னார் வேண்டாம்.
ആത്മാവിനാൽ ജനിക്കണം. ആവിയിൽ പിറക്ക വേണ്ടും. ഹല്ലേലൂയ. ഹല്ലേലൂയ. ഇന്ന് രാത്രി ചിലര് യേശുവിന് വേണ്ടി ഉള്ളം കൊടുക്കുന്ന രാത്രിയായി തീരട്ടെ. இந்த இரவு வேளையிலே உங்களுடைய உள்ளத்தை இயேசுவுக்கு கொடுக்கிற ஒரு ராத்திரியாய் தீரட்டும். ആത്മാവ് ഒരു കാറ്റുപോലെ ഈ കൺവെൻഷന്റെ ഒടുവിലെ രാത്രി വ്യാപരിക്കുകയാണ്. ஆவியானவர் காற்றை போல அந்த கன்வென்ஷன் கடைசி நேரத்திலே உலாவிக் கொண்டிருக்கிறார். ഇന്ന് രാത്രി ചിലരൊന്ന് ശ്രദ്ധിച്ചു കേട്ടോ. சிலர் கவனித்து கேளுங்கள். ഈ രാജ്യത്തിനകത്ത് ആത്മാവ് ഒരു കാറ്റുപോലെ ചിലരുടെ ഉള്ളിൽ പരിവർത്തിക്കാൻ പോകുകയാണ്. இந்த ராஜ்யத்துக்குள்ளே ஆவி ஒரு காற்றை போல அநேகருடைய உள்ளத்திலே பிரவேசிக்க போகிறார். നിങ്ങളെ ഈ രാജ്യത്തിലേക്ക് ദൈവം ഇന്ന് രാത്രികാലം അംഗങ്ങളാക്കി മാറ്റാൻ പോകുകയാണ്. உங்களுடைய இந்த ராஜ்யத்துக்குள்ளே ஒரு அங்கத்துவமாய் தேவன் மாற்ற போகிறார். ഈ രാജ്യത്തിൽ നിങ്ങൾ ഒന്ന് പ്രവേശിച്ചാൽ, இந்த ராஜ்யத்துக்குள்ளே நீங்கள் பிரவேசித்தால் സകല നീതിയും സകല സമാധാനവും സകല അനുഗ്രഹവും നിങ്ങളെ പിൻപറ്റാൻ തുടങ്ങും. சகல நீதியும் சகல சமாதானமும் எல்லா ஆசீர்வாதங்களும் நீங்கள் அனுபவிக்க போகிறீர்கள். സന്തോഷമുള്ളവർ കൈകളെ ഉയർത്തി ആമേൻ പറഞ്ഞു. சந்தோஷமுள்ள ஒரு கரங்களை உயர்த்தி ஆமென் என்று சொல்லுவோம். ഈ രാജ്യത്തിനകത്ത് ശാപങ്ങളില്ല. அந்த ராஜ்யத்துக்குள்ளே சாபம் இல்லை. ഈ രാജ്യത്തിനകത്ത് ദോഷങ്ങളില്ല. அந்த ராஜ்யத்துக்குள்ளே எந்த தீமையும் இல்லை. ഈ രാജ്യത്തിനകത്ത് പട്ടിണിയില്ല. அந்த ராஜ்யத்துக்குள்ளே பட்டினி இல்லை. ഈ രാജ്യത്തിനകത്ത് രോഗശക്തികൾ ശാപക്കെട്ടുകളില്ല. அந்த ராஜ்யத்துக்குள்ளே வியாதியோ சாபங்களோ இல்லை. ഈ രാജ്യത്തിൽ അവനോടുകൂടെ വസിക്കുന്നവർക്ക് നിത്യജീവന്റെ ശക്തിയാണ് ഇന്ന് രാത്രി വ്യാപരിക്കുന്നത്. அந்த ராஜ்யத்தில் கர்த்தரோடு கூட வாசம் பண்ணுகிறவர்களுக்கு நித்திய ஜீவனின் வல்லமை அனுபவிக்கலாம். ஆமென். നിങ്ങളെ ഇന്ന് രാത്രി ഞങ്ങൾ ഈ കൺവെൻഷനിൽ ആഹ്വാനം ചെയ്യുകയാണ്. இந்த கன்வென்ஷனுக்கு இந்த இரவு வேளையில் உங்களை வரவேற்கிறேன். ഈ രാജ്യത്തിലേക്ക് നിങ്ങളെ ക്ഷണിക്കുകയാണ്. இந்த ராஜ்யத்திற்கு உங்களை நான் அன்போடு அழைக்கிறேன். ഞാൻ കേരളത്തിൽ തിരുവല്ല എന്ന് പറഞ്ഞ സ്ഥലത്താ താമസിക്കുന്നത്. நான் திருவல்லா என்ற இடத்திலே கேரளாவிலே வாசம் பண்ணுகிறேன். ഞാൻ അവിടെ നിന്ന് 4 മണിക്കൂർ വണ്ടി ഡ്രൈവ് ചെയ്തിട്ട് നിങ്ങളുടെ അടുത്ത് വന്ന് ഞാൻ ഈ മെസ്സേജ് പറയുകയാണ്. நான் அங்கே இருந்து 4 மணிக்கூர் வாகனம் ஓட்டி யாத்திரை செய்து வந்து உங்கள் நடுவிலே வந்து இந்த ஆலோசனை பேசுகிறேன். ഈ രാജ്യത്തിൽ പ്രവേശിക്കുന്നവർക്ക് ഒരു കാര്യത്തെ കുറിച്ച് കവലപ്പെടണ്ട. இந்த ராஜ்யத்துக்குள்ளே பிரவேசனம் கிடைத்தவர்களுக்கு ஒன்றை குறித்தும் கவலைப்பட வேண்டாம். നിങ്ങൾക്കറിയണോ, ഇസ്രയേലിലെ ഒരു പൗരനെ നിങ്ങൾ ഇന്ത്യയിൽ വെച്ച് അറ്റാക്ക് ചെയ്താൽ, ആക്രമിച്ചാൽ രാജ്യമാണ് ചോദിക്കുന്നത്. இஸ்ரவேலன் ஆகிய ஒரு குடிமகனை இந்திய ராஜ்யத்துக்குள்ளே வைத்து நீங்கள் ஆக்கிரமித்தால் அந்த தேசம் உங்களிடத்தில் கேள்வி கேட்கும். ஆமென். മനസ്സിലായില്ല ചിലർക്ക്, அநேகருக்கு புரியவில்லை. ഹല്ലേലൂയ. പുറയിലിരിക്കുന്നവർ ശ്രദ്ധിച്ചോ, பின்னால் இருந்தவர் கவனிக்கிறீர்களா? ഒരു അമേരിക്കൻ പൗരനെ നിങ്ങൾ ഇന്ത്യയിൽ വെച്ച് ആക്രമിച്ചാൽ രാജ്യമാണ് കണക്ക് ചോദിക്കുന്നത്. ஒரு அமெரிக்க குடிமகனை இந்தியாவில் வைத்து நீங்கள் உபத்திரவப்படுத்தினால் அந்த தேசம் உங்களிடத்திலே கணக்கு கேட்கும். പിന്നെ ഡീല് മുഴുവൻ രാജ്യങ്ങൾ തമ്മിലാണ്. പിന്നെ தொடர்பெல்லாம் 2 ராஜ்யங்களும் தம்மில். ഹല്ലേലൂയ. ആമേൻ. ഇന്ന് രാത്രി ദൈവം എന്റെ കണ്ണ് തുറക്കുന്നു. என்னுடைய கண்களை தேவன் തുറக்கிறார். യുദ്ധം നിന്റേതല്ല, ദൈവത്തിന്റേതാണ് യുദ്ധം. யுத்தம் கர்த்தருடையது, உங்களுடையது அல்ல. കൈകളെ തൂക്കി ഹല്ലേലൂയ. ஆமென். ஹalleluya. ഇന്ന് രാത്രി യുദ്ധം നിന്റേതല്ല, ദൈവത്തിന്റേതാണ്. இரவு வேளையிலே யுத்தம் உன்னுடையதல்ல, தேவனுடையது. ഹല്ലേലൂയ. ആമേൻ. നിന്റെ വ്യക്തിപരമല്ല യുദ്ധം, உன்னுடைய தனிப்பட்ட காரியம் அல்ல யுத்தம். രാജ്യങ്ങൾ തമ്മിലാണ് യുദ്ധം. ராஜ்யம் தேசங்கள் தம்மில்தான் யுத்தம். ദേശാധിപതികൾ, தேசாதிபதிகள், വാഴ്ചകൾ, அதிகாரங்கள் ഇന്ന് രാത്രി രാജ്യവും തമ്മിൽ യുദ്ധം ചെയ്യുകയാണ്. இந்த இரவு வேளையிலே அந்த ராஜ்யங்கள் தம்மிலே யுத்தம் பண்ணுகிறது. സിദറാൾ ദേശത്തിന്റെ മേൽ വ്യാപരിക്കുന്ന ഇരുട്ടിന്റെ ശക്തികൾ, சிதறால் தேசத்தின் மேல் ஆளுகை செய்கிற அந்த இருளின் அதிகாரத்தை ഇന്ന് രാത്രി ദൈവത്തിന്റെ സേന ഇറങ്ങി, இந்த இரவு வேளையிலே தேவனுடைய சேனைகள் இறங்கி കൈകളെ തട്ടി ആണ്ടവർക്ക് മഹത്വം കൊടുത്താട്ട് கரங்களை தட்டி எல்லாரும் கர்த்தரை துதிப்போம். ദൈവത്തിന്റെ സേന ഇന്ന് രാത്രി ഇറങ്ങി, தேவனுடைய சேனை இந்த ராத்திரி வேளையில் இறங்கி അവർ இருக்கிறது. യുദ്ധം ചെയ്തുകൊണ്ടിരിക്കുന്നു. அவர்கள் யுத்தம் பண்ணி கொண்டிருக்கிறார்கள். ஆமென். ஆமென். നിനക്ക് ஹalleluya. നേരെ ഒരായുധവും ഫലിക്കുകയില്ല. உனக்கு விரோதமாய் உருவாக்கப்படுகிற எந்த ஆயுதமும் வாய்க்காது. ഓ, കരങ്ങളെ തട്ടി ആണ്ടവർക്ക് മഹത്വം കൊടുത്താട്ട് கரங்களை தட்டி கர்த்தரை மகிமைப்படுத்துவோம். നിനക്ക് നേരെ ഉണ്ടാക്കുന്ന ഒരു ശുദ്ര ശക്തികളും ഫലിക്കുകയില്ല. உனக்கு விரோதமாய் உண்டாக்குகிறதான ஒரு மந்திரவாதங்களும் பலிக்காது. ഒരു ശക്തിയും നിനക്ക് നേരെ നിൽക്കുകയില്ല. ஒரு வல்லமை உனக்கு முன்பாய் நிற்பதில்லை. Hallelujah, 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 hallelujah. Amen, amen. Glory to God, glory to God. Hallelujah.
ഈ രാത്രി ഒരു സൈന്യം നിനക്ക് വേണ്ടി യുദ്ധം ചെയ്യുകയാണ്. ஒரு சேனை உனக்காக யுத்தம் பண்ணுகிறது. ഈ രാത്രി നീ ദൈവരാജ്യത്തിന്റെ അംഗമാണെങ്കിൽ, நீ இந்த இரவு வேளையிலே தேவனுடைய ராஜ்யத்தின் ஒரு அங்கமாயிருப்பாயானால், ഈ രാത്രി നിനക്ക് വേണ്ടി മറ്റൊരു സൈന്യം യുദ്ധം ചെയ്യുകയാണ്. உனக்காக இந்த இரவு வேளையிலே வேறொரு சேனை கூட்டம் யுத்தம் பண்ணுகிறது. നീ അറിയാത്ത മേഖലകളിൽ ആ യുദ്ധം നടന്നുകൊണ്ടിരിക്കുകയാണ്. நீ அறியாத இடங்களிலே அந்த யுத்தம் நடந்து கொண்டிருக்கிறது. നിനക്ക് വിരോധമായി ഉണ്ടാക്കുന്നതിനെ എല്ലാം ദൈവം തകർത്ത് കളയുകയാണ്. உனக்கு விரோதமாய் உண்டாக்கப்படுகிறது எல்லாம் கர்த்தர் உடைத்து போடுகிறார். കൈകളെ തട്ടി 1-2 നിമിഷങ്ങൾ ദൈവത്തെ സ്തുതിച്ചാട്ട്. கரங்களை தட்டி சில மினிட்டுகள் எல்லாரும் கர்த்தரை ஆராதிப்போம். ഹല്ലേലൂയ, ஹalleluya, ஹalleluya. ഓ ஆமென், ஹalleluya. ശക്തമായി ശക്തമായി நல்ல சத்தமாய் கர்த்தரை துதிக்கலாம். ஹalleluya. பிள்ளைகள் எல்லாரும் ஹalleluya, ஹalleluya, ஹalleluya. மகிமை. ஹalleluya, ஹalleluya. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. സ്തോത്രം, സ്തോത്രം. ഇന്ന് രാത്രി സെക്യൂർ ചെയ്യാൻ പോകുകയാണ്. இந்த அந்த ராஜ்யம் നിന്നെ இந்த പരിരക്ഷിക്കാൻ പോകുകയാണ്. இரவு வேளையிலே உன்னை பாதுகாக்க போகிறது. നീ എവിടെ പോയാലും ഈ രാജ്യം നിന്നെ പ്രൊട്ടക്ട് ചെയ്യും. அந்த ராஜ்யம் நீ எங்கே போனாலும் உன்னை பாதுகாக்கும். ആമേൻ. ഈ രാജ്യത്തിനകത്താണ് നീ ആയിരിക്കുന്നെങ്കിൽ, இந்த ராஜ்யத்துக்கு நீ உட்பட்டிருக்கிறாய் ഈ என்றால், രാജ്യത്തിന്റെ സംരക്ഷണം அந்த നിനക്കുണ്ടായിരിക്കും. ராஜ்யத்தினுடைய பாதுகாப்பு உனக்கு நிச்சயமாய் உண்டு. നീ വണ്ടി ഓടിക്കുമ്പോൾ ദൂതന്മാർ നിന്റെ മുമ്പിലും പുറകിലും நீ ഉണ്ടായിരിക്കും. வாகனங்களை இயக்கும் போது தேவ தூதர்கள் உனக்கு முன்படையாய் பின்படையாய் இருப்பார்கள். നീ വീട് അടച്ചിട്ട് യോഗത്തിന് പോകുമ്പോൾ ആ വീടിന് കാവലായി ദൂതന്മാരുണ്ടായിരിക്കും. நீ வீட்டை பூட்டி விட்டு ஆராதனைக்கு வரும்போது அந்த வீட்டிலே தூதர்களுடைய பாதுகாப்பு உண்டு. നിന്റെ കുഞ്ഞുങ്ങൾ പഠിക്കാൻ പോകുമ്പോൾ ഈ ദൂതർ അതിന് കാവലുണ്ടായിരിക്കും. உன்னுடைய பிள்ளைகள் படிக்க போகும்போது தேவ தூதர்களுடைய பாதுகாப்பு அவர்களுக்கு உண்டு. വിശ്വസിക്കുന്നവർ കൈകൾ അടിച്ച് ദൈവത്തിന് ആരാധന. ആമേൻ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ആമേൻ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ആമേൻ, ആമേൻ, ആമേൻ. ഹല്ലേലൂയ, ഹല്ലേലൂയ. Hallelujah, hallelujah, hallelujah. Glory be to God. Glory unto the name of Jesus. ഈ രാത്രി നിനക്ക് വേണ്ടി ഒരു സൈന്യം യുദ്ധം ചെയ്യുകയാണ്. இந்த இரவு வேளையிலே உனக்காக ஒரு சேனை யுத்தம் பண்ணுகிறது. ஆமென், ஹல்லேலூயா, ஹல்லேலூயா. ഓ കരങ്ങളെ തട്ടി 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 நல்ல உற்சாகமா கரங்களை தட்டி எல்லாரும் கர்த்தரை ஆராதிப்போம். ഇന്ന് രാത്രി രാജ്യത്തിലേക്ക് നീ പ്രവേശിച്ചാൽ, அந்த ராஜ்யத்துக்குள்ளே நீ பிரவேசித்தால் ഒന്നിനെ കുറിച്ച് നീ വിചാരപ്പെടണ്ട. ஒன்றை குறித்து நீ பாரப்பட வேண்டாம். നീ ഈ രാജ്യം നിന്റെ കാര്യം ഏറ്റെടുക്കും. அந்த ராஜ்யம் உன்னுடைய காரியங்களை பொறுப்பெடுத்துக் கொள்ளும். നിന്നെ മുഴുവൻ സെക്യൂർ ചെയ്യും ആ രാജ്യം. உன்னை முழுவதை அந்த ராஜ்யம் பாதுகாக்கும். എവിടെ പോയാലും ആ രാജ്യം നിന്നെ വീക്ഷിക്കും. அந்த ராஜ்யம் நீ எங்கே போனாலும் உன்னை பார்த்து கொண்டே നീ இருக்கும். ഏത് പ്രശ്നത്തിൽ അകപ്പെട്ടാലും നിന്നെ അതിൽ നിന്ന് പൊക്കിയെടുക്കും. எந்த பிரச்சனைக்குள்ள நீ அகப்பட்டாலும் அதற்கு உள்ளே இருந்து உன்னை தூக்கி எடுக்கும். ഹല്ലേലൂയ, ஹல்லேலூயா. എല്ലാ പ്രശ്നങ്ങളിൽ നിന്നും ഈ രാജ്യം നിന്നെ രക്ഷിക്കും. எந்த பிரச்சனைகளுக்குள்ள இருந்தோ அந்த ராஜ்யம் உன்னை விடுவிக்கும். ஆமென், ஆமென், ഹല്ലേലൂയ. ஆமென். എന്ത് പ്രശ്നവും ആയിക്കോട്ടെ, என்ன பிரச்சனையுமா இருக்கட்டும், നിന്നെ ആ പ്രശ്നത്തിൽ നിന്നും ഈ രാജ്യം വിടുവിക്കും. அந்த ராஜ்யம் அந்த பிரச்சனைக்குள்ள இருந்து உன்னை விடுவிக்கும். ഹല്ലേലൂയ. ஆமென். കഴിഞ്ഞിടയ്ക്ക് ഒരു വർഷത്തിന് മുമ്പ് നിങ്ങൾ ഒരു വാർത്ത വായിച്ചു. ஒரு வருடத்துக்கு முன்பாக நீங்கள் ஒரு வார்த்தையை கேட்டிருப்பீர்கள். മറ്റൊരു രാജ്യത്തിന്റെ കപ്പൽ നമ്മുടെ രാജ്യത്തിലേക്ക് എൻട്രി ചെയ്തു. மற்றொரு நாட்டினுடைய கப்பல் நம்முடைய நாட்டின் அதிர்ச்சிக்குள்ளே வந்தது. പക്ഷെ നമ്മൾ ആ കപ്പലിനെ ക്യാച്ച് ചെയ്തു, പിടിച്ചു. அந்த கப்பலை நாம் நம்முடைய தேசம் பிடித்தது. ആ കപ്പലിലുള്ള ജീവനക്കാരെ നമ്മൾ തടവിലാക്കി. அந்த கப்பலில் உள்ள வேலைக்காரர்களை நம்முடைய நாடு அரெஸ்ட் பண்ணது. അവരെ ഇറക്കിക്കൊണ്ടുവരാൻ അവരുടെ രാജ്യം ഇടപെട്ടു. அவர்களை வெளியே கொண்டு வருவதற்கு அந்த தேசம் இடைப்பட்டது. അവരുടെ പ്രധാന ആൾക്കാർ ഇന്ത്യയിൽ വന്നു. அவர்களுடைய பிரதானமானவர்கள் இந்தியாவில் வந்தார்கள். എനിക്കൊരു ദൂത് പറയാൻ ആഗ്രഹമുണ്ട്. ஒரு தூது சொல்வதற்கான விருப்பம் உண்டு. നീ ഏത് പ്രശ്നത്തിൽ ഏർപ്പെട്ടാലും, நீ ஏது பிரச்சனைக்குள் அகப்பட்டாலும் ഈ രാജാവ് നിന്നെ അതിൽ നിന്ന് ഇറക്കിക്കൊണ്ടുവരും. இந்த ராஜாவோ நீ அந்த தேசத்துக்கு உட்பட்டவன் என்றால் அந்த ராஜா உன்னை வெளியே கொண்டு வருவார். കൈ അടിക്കുന്നവർ നല്ലപോലെ അടിക്കണം. நம்புகிறவர்கள் கரங்களை அடித்து கர்த்தரை துதிக்கலாம். എന്ത് പ്രശ്നത്തിൽ ഏർപ്പെട്ടാലും, எந்த பிரச்சனைக்குள் நீ அகப்பட்டாலும் ഈ രാജ്യം അത് സെക്യൂർ ചെയ്യും. அந்த ராஜ்யம் உன்னை பாதுகாக்கும். ஆமென், ஹல்லேலூயா, ஹல்லேலூயா.
ഉടാ, രബാ, 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 ധരാ, 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 ധരാ. ആമേൻ ആമേൻ പോരാ 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 പോരാ. ആമേൻ 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 തുതിക്കല മുഴു ബലത്തോടെ ഓ ശക്തിയോടെ ആമേൻ ബലത്തോടെ തുതിക്കല ബലത്തോടെ കരങ്ങളെ തട്ടി കൈകളെ അടിത്ത് നല്ല വല്ലമയായി തുതിക്കലാം. ആ റാഥാ ലാ ബാ 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 ബാ. കാരണം ഈ രാജ്യത്തിന്റെ ഒരു മെമ്പറാണ് നീ. കാരണം അന്റെ രാജ്യത്തിൽ ഒരു അംഗം തന്നെ. അതുകൊണ്ട് രാജാവിന് ഭയങ്കര ശ്രദ്ധയാണ് നിന്റെ മേൽ. ആകയാൽ അന്റെ രാജാവുക്ക് ഉന്മേൽ ரொம்ப കവനമുണ്ട്. ഹല്ലേലൂയ. ആമേൻ. എനിക്കൊരു കാര്യം കൂടെ പറയണ ആഗ്രഹമുണ്ട്, പക്ഷെ ഞാൻ പ്രസംഗിക്കുന്നില്ല. ഒരു കാര്യത്തെ കൂടെ ചൊല്ലാൻ എനിക്ക് ആശയുണ്ട്, ആനാ ഞാൻ ആമേൻ പ്രസംഗം പണ്ണവില്ലേ. അതുകൊണ്ടാണ് കർത്താവ് ആദാമിനെ ഉണ്ടാക്കിയിട്ട് ആദ്യം പറഞ്ഞത് വാഴുക എന്ന വാക്ക്. ആകയാൽ താൻ ആദാമെ ഉണ്ടാക്കിയ ദേവൻ മുതലാവത് ചൊന്നത് ആണ്ടുകൊള്ളുങ്ങൾ. ഇന്ന് രാത്രി ഇവിടെ വന്ന് കയറിയവരോട് പറയുന്നു, ഈ രാജ്യത്തിന്റെ ഉള്ളിലേക്ക് കയറിയാൽ നിനക്ക് പിന്നെ വാഴ്ച ആരംഭിക്കുകയാണ്. இந்த இரவேளையிலே உங்களுக்கு சொல்லுகிறேன், இந்த ராஜ்யத்துக்கு நீ உட்பட்டால் நீங்கள் தொடர்ந்து ஆளப் போகிறீர்கள். ഹല്ലേലൂയ. ഹല്ലേലൂയ. നിങ്ങൾ ആ വാക്ക് കേട്ടില്ല, വാഴുക, ആളുക ചെയ്வோம். ഹല്ലേലൂയ. ഹല്ലേലൂയ. എല്ലാ പ്രശ്നങ്ങളുടെ മേൽ വാഴുക. എന്ത് പ്രശ്നങ്ങളായിരുന്നാലും അതിന്മേൽ വാഴുவோம். നിന്നെ വാണതിന്റെ മേൽ നീ വാഴുക. ഉന്നെ ആണ്ട് കൊണ്ടവരെ നീ ആളുവായി. ആമേൻ. ഹല്ലേലൂയ. ഹല്ലേലൂയ. ആമേൻ. നിന്നെ ഇന്നലെ വരെ വാണതിന്റെ മേൽ നീ വാഴുക. ഉന്നെ നേറ്റു വരെ ആണ്ടവരുടെ മേൽ നീ ആളുകை செய்வாய். ആമേൻ. രോഗത്തിന്റെ മേൽ വാഴുക. വ്യാധിയിന്മേൽ നീ ആളുകை செய்வாய். എല്ലാ ഫിനാൻഷ്യൽ ക്രൈസിസിന്റെ മേൽ വാഴുക. സാമ്പത്തിക ബുദ്ധിമുട്ട്, എല്ലാ പൊരുളാധാര നെരുക്കടിயின் மேலும் நீ ஆளுகை செய்வாய். നിന്റെ വീട്ടിനകത്തുള്ള എല്ലാ പ്രശ്നങ്ങളുടെ മേൽ നീ വാഴുക. உன் வீட்டுக்குள்ளே உண்டாகிற சகல பிரச்சனைகளுக்கும் மேல் நீ ஆளுகை செய்வாய். ആമേൻ. ഹല്ലേലൂയ. ആമേൻ. രാജാവ് ഒരിക്കലും അപേക്ഷിക്കാറില്ല. രാജാവ് ഒരുപോതും കെഞ്ച മാട്ടാർ. അവൻ കൽപ്പിക്കുക, അവർ കട്ടളയിടുവാർ. ആമേൻ. ആമേൻ. ഹല്ലേലൂയ. ആമേൻ. നമ്മുടെ രാജാവ് ഇന്ന് രാത്രി കൽപ്പിക്കുക. നമ്മുടെ രാജ ഇന്ന് ഇരവേളയിലെ കട്ടളയിടുகிறார். അവനെ വിടുക, അവരെ വിട്ടുവിടുങ്ങൾ. ഹലോ, ഹല്ലേലൂയ. നമ്മൾ ഇവിടുന്ന് എഴുന്നേറ്റ് പോകാൻ പോകുകയാണ്. നാം ഇങ്ങിരുന്ന് എളുമ്പി പോகிறோം. പരിശുദ്ധാത്മാവ് നിങ്ങളോട് പറയുന്നു, പരിശുദ്ധാവി ഉங்களிடத்தில் பேசுகிறார். നിങ്ങൾ ഈ രാജ്യത്തിന്റെ അംഗമാണെങ്കിൽ, നിങ്ങൾ இந்த ராஜ்யத்தின் ஒரு பௌரன் என்றால், ഏത് പ്രശ്നങ്ങളിൽ നിങ്ങളാണെങ്കിലും, எந்த பிரச்சனைகளா இருந்தாலும் ഈ രാജാവ് നിങ്ങളെ അതിൽ നിന്ന് വിടുവിക്കും. அந்த ராஜா அங்கே இருந்து உங்களை வெளியே கொண்டு வருவார். വെളിയെ കൊണ്ടുവരും. வெளியே கொண்டு வருவார். ആമേൻ. ഹല്ലേലൂയ. ഹല്ലേലൂയ. എല്ലാ സാമ്പത്തിക പ്രശ്നങ്ങളും ഇന്ന് രാത്രി മാറുകയാണ്. എല്ലാ പൊരുളാധാര നെരുക്കടികളും இந்த இரவேளையிலே മാറി പോകുന്നത്. എല്ലാ ശാപങ്ങൾ ദോഷങ്ങൾ മാറുകയാണ്. എല്ലാ ശാപങ്ങളും തീമകളും അകന്നു പോകുന്നത്. ഒരു വാഴ്ച ഇന്ന് രാത്രി കർത്താവ് നൽകുകയാണ്. ഒരു ആളുകയെ இந்த இரவேளையிலே കർത്തർ തരുகிறார். ഹല്ലേലൂയ. ആമേൻ. ഗ്ലോറി ടു ഗോഡ്. ആമേൻ. ആമേൻ. നിങ്ങൾക്കറിയണോ, உங்களுக்கு தெரியுமா, വിശ്വാസികൾക്ക് സിംബലായിട്ടാണ് സിംഹത്തെ പറയുന്നത് ബൈബിളിൽ. വിശ്വാസികൾക്ക് അടയാളமாக സിംഹത്തെ ചൊല്ലപ്പെട്ടിരിക്കുന്നത്. ഒരു മൃഗവും ഒരു പക്ഷിയെ കുറിച്ചും വിശ്വാസികൾക്ക് അടയാളമായി പറയുന്നു. ഒരു മൃഗത്തെയും ഒരു പറവയെയും കുറിച്ച് വിശ്വാസികൾക്ക് അടയാളമായി ചൊല്ലപ്പെടുகிறது. സിംഹമാണ് അതിന്റെ ഒരു അടയാളം. സിംഹം താൻ ഒരു അടയാളം. മറ്റത് കഴുകനാണ്. മറ്റ് പറവൈ കഴുക്. എന്റെ ചോദ്യം ഇതാണ്, എന്നോട് കേൾവി ഇത്, സിംഹത്തെക്കാൾ ശക്തിയുള്ള ജീവി കാട്ടിലില്ലേ? സിംഹത്തെ വിട ബലമുള്ളതാണ് ജീവൻ കാട്ടിലില്ലേ അല്ലവാ? ലയൺ, എനിക്ക് ഇംഗ്ലീഷ് പറയുമ്പോ പ്രശ്നമുണ്ടാവും. സിംഹം കരുത്താർന്ന ഒരു മൃഗമല്ല കാട്ടില്. സിംഹം അவ்வளோ பெரிய വല്ലമയുള്ള ഒരു മൃഗമല്ല കാട്ടിൽ. അതിനേക്കാൾ കരുത്തുള്ളതാ കാട്ടുപോത്ത്. அதை விட மிக வல்லமை பலமுள்ளதுதான் காட்டுமிர போத்து என்பது. അതിനേക്കാൾ വലുതാണ് ഹിപ്പോപ്പൊട്ടാമസ്. அதை விட பெரியதுதான் காண்டாமிருகம். അതിനേക്കാൾ വലുതാണ് ആന. அதை விட பெரியது யானை. പിന്നെന്തിനാ കാട്ടിലെ സിംഹത്തെ രാജാവാക്കിയത്? പിന്നെ എதற்காக കാട്ടിലെ സിംഹത്തെ രാജാവാക്കിയത്? ഹലോ, എന്തിനാ അതിനെ രാജാവാക്കിയേ? ഏൻ அதை രാജാവാക്കിയത് എനിക്ക് ഇപ്പോഴും മനസ്സിലാകുന്നില്ല. இப்போது எனக்கு புரியவில்லை. അതിനേക്കാൾ വലിയ ജിറാഫ് ഉണ്ട്, அதை விட பெரிய സിറാഫുകൾ ഉണ്ട്, വലിയ കാട്ടുപോത്തുണ്ട്, பெரிய കാട്ട് എരുമകളുണ്ട്, ആനയുണ്ട്, യാനയുണ്ട്. പക്ഷേ കാട്ടിലെ സിംഹം രാജാവാണ്. ஆனால் കാട്ടിലെ രാജാവായിരുന്നത് സിംഹം. അതിന്റെ കാരണം എന്നാന്ന് പ്രോവെർബ്സ് സദൃശവാക്യത്തിൽ എഴുതിയിട്ടുണ്ട്. കാരണം എന്നവെന്ന് നീതിമൊഴികളിലെ വാസിக்கிறோம். എടുക്കണ്ട, ഞാൻ പറയാം. എടുക്ക വേണ്ട, ചൊല്ലുகிறேன். സിംഹത്തിന്റെ ഒരു പ്രത്യേകത ഇതാണ്, സിംഹத்துக்கு ഒരു വിശേഷ തന്മ ഇത്, ഒന്നിനും വഴിമാറി കൊടുക്കുകയല്ല. ഒന്നിർക്കും അത് പിന്നിടയാതെ.
ഹല്ലേലൂയ. ആമേൻ. ആമേൻ. എനിക്ക് മൈക്ക് കളഞ്ഞിട്ട് ചാടാൻ തോന്നുകയാണ്. இந்த மைக்கை தூர வைத்து விட்டு அப்படியே குதிக்க தோன்றுகிறது எனக்கு. അതിന്റെ മുമ്പിൽ എന്തു വന്നാലും അത് വഴിമാറി കൊടുക്കത്തില്ല. அதுக்கு முன்பில் எவ்வளவு பெரிய மிருகம் வந்தாலும் அது பின்னடையாது. ഹല്ലേലൂയ. ഹല്ലേലൂയ. നിങ്ങൾ കണ്ടിട്ടുണ്ടോ ടിവിക്കകത്ത്? பார்த்திருக்கிறீர்களா நீங்கள் டிவியில? ടിവിക്കകത്ത് കണ്ടിട്ടുണ്ടോ? டிவியில் பார்த்திருக்கிறீர்கள் அல்லவா? സിംഹം നടന്നു പോകുന്നതിന് മുമ്പിൽ, சிங்கம் நடந்து போகும்போது அதன் முன்பாக ആന വന്നാലും കാട്ടുപോത്ത് വന്നാലും മറ്റേത് ജീവി വന്നാലും സിംഹം പുറകോട്ട് പോകത്തില്ല. யானைக்கு முன்பாக யானை சிங்கத்துக்கு முன்பாக யானை வந்தாலும் காட்டு மிருகம் எருமை வந்தாலும் அது பின்மாறி போகாது. പിന്മാറി കൂടാതെ. பின்மாறி போகாது. ഒരു ഹല്ലേലൂയ. ഹല്ലേലൂയ. ഈ രാത്രി വിശ്വാസികളോട് പറയുന്നു, പിന്മാറി കൂടാതെ. விசுவாசிகளோடு சொல்லுகிறேன், பின்மாறாத. ഹല്ലേലൂയ. ഹല്ലേലൂയ. No turning back. പിന്മാറി കൂടാതെ. பின்வாங்கி போகாது. എന്ത് പ്രശ്നങ്ങൾ ഉണ്ടായാലും പിന്മാറി കൂടാതെ. எந்த பிரச்சனைகள் வந்தாலும் பின்வாங்க கூடாது. അതാണ് സിംഹത്തിന്റെ ശക്തി. அதுதான் சிங்கத்தின் வல்லமை. ഒന്നിനും വഴിമാറാത്ത സിംഹം. ஒன்றுக்கும் பின்னடையாததான சிங்கம். നായാട്ടുന്ന കോലാട്ടുകൊറ്റൻ. வேட்டை நாய். வேட்டை நாய். ஆமை சோதரம். ஆட்டுக்கடா. ഐ ഡോണ്ട് നോ തമിഴ്. ஆமை சோதரம். നായാട്ടുന്ന കോലാട്ടുകൊറ്റൻ. வேட்டை நாய் ஆட்டுக்கடா. ഒന്നിനും വഴിമാറത്തില്ല. அது ஒன்றுக்கும் பின்னடையாது. വിശ്വാസിയെ കുറിച്ച് അങ്ങനെ പറയുന്നത്. விசுவாசியை குறித்து தொடர்படுத்தி அது சொல்லப்பட்டிருக்கிறது. നമ്മൾ ഇന്ന് രാത്രി പ്രാർത്ഥിക്കാൻ പോവാ. நாம் ஜெபிக்க போகிறோம். ചെങ്കടൽ വരുന്നെങ്കിൽ വരട്ടെ. செங்கடல் வருகிறது என்றால் வரட்டும். യോർദാൻ വരട്ടെ. யோர்தான் வரட்டும். ഗോലിയാത്ത് വരട്ടെ. கோலியாத் வரட்டும். വഴിമാറി കൊടുക്കാതെ. பின்னடைய கூடாது. ഇന്ന് രാത്രി എന്റെ കർത്തർ എനിക്ക് ജയം തരാ. கர்த்தர் எனக்கு ஜெயம் கட்டளையிடுவார். കരങ്ങൾ അടിച്ച് ദൈവത്തിന് ആമേൻ പറയാം. கரங்களை தட்டி ஆண்டவருக்கு ஆமென் சொல்லுவோம். ഓ ഹല്ലേലൂയ. ഇന്ന് രാത്രി ഹല്ലേലൂയ. വാഴുക വാഴുക വാഴുക. സകലത്തിന്റെ മേലും വാഴുക. எல்லாவற்றின் மேலும் ஆளுகை செய்வோம். ഹല്ലേലൂയ. ഹല്ലേലൂയ. എല്ലാ കണ്ണുകളും അടച്ച് எல்லாரும் കണ്ണുകളെ മൂടുவோம். എല്ലാവരും പ്രാർത്ഥിച്ചാട്ടെ. எல்லாரும் ജെപിக்கலாம். താങ്ക് യു ജീസസ്. ആമേൻ. ഈ രാജ്യത്തിന്റെ ഏറ്റവും വലിയ വ്യത്യാസമാണ്, മാറ്റമാണ്, അല്ലെങ്കിൽ രാജ്യത്തിന്റെ പ്രത്യേകതയാണ് വേർപാട്, വിശുദ്ധി എന്ന് இந்த ராஜ்யத்தின் மிகப்பெரிய விசேஷ தன்மைதான் ஒரு பரிசுத்தம். ஆமென். சோதர பரிசுத்தம். ഹോളിനെസ്. ஆமென். பரிசுத்தம் ഈ രാജ്യത്തിന്റെ ഏറ്റവും വലിയൊരു പ്രത്യേകതയാണ്. இந்த ராஜ்யத்தின் மிகப்பெரிய விசேஷம். ഈ രാജ്യത്തിന്റെ മറ്റൊരു പ്രത്യേകതയാണ്, ഈ രാജ്യത്തിന്റെ ട്രാൻസാക്ഷൻ കറൻസി അല്ല. இந்த ராஜ்யத்தினுடைய மற்றொரு விசேஷம், அந்த ராஜ்யத்தினுடையதான ஆமே சூத்திர காரியம் കൊടുക്കൽ கொடுக்கல் வாங்கல்கள் பணம் அல்ல, കറൻസി അല്ല, பணம் அல்ல, മറിച്ച് ദൈവ ശബ്ദം ആണ് ദൈവരാജ്യത്തിന്റെ കറൻസി. നേരെ തിരുപ്പി ദേവനുடைய വാർத்தை தான் ദേവനുடைய രാജ്യത്തിൻ முதலீடு. ദൈവ ശബ്ദം കേട്ട് നീ ഒരു കാര്യം ചെയ്യാൻ തുടങ്ങിയാൽ ദൈവം നിന്നെ ലജ്ജിപ്പിക്കത്തില്ല. ദേവനുடைய சத்தத்தை கேட்டு ஒரு காரியத்தை செய்ய நீ ஆரம்பித்தால் நிச்சயமாய் கர்த்தர் உன்னை வெட்கப்படுத்த மாட்டார். ഈ രാജ്യത്ത് ഡൗട്ട് ഇല്ല. அந்த காரியத்திலே எந்த விதமான சந்தேகமும் இல்லை. ഈ രാജ്യത്തിൽ ഭയമില്ല. அந்த ராஜ்யத்தில் பயம் இல்லை. ഈ രാജ്യത്തിൽ ആകുലതയില്ല. அந்த ராஜ்யத்தில் யாதொரு வியாகுலமும் இல்லை. ഈ രാജ്യത്തിൽ ഒരു തരത്തിലുമുള്ള പ്രയാസങ്ങളും പ്രശ്നങ്ങളും ഇല്ല. அந்த ராஜ்யத்தில் எந்த விதமான பிரச்சனையும் இல்லை. ഹല്ലേലൂയ. ആമേൻ. താങ്ക് യു. എല്ലാവരും പ്രാർത്ഥിച്ചാൽ. എല്ലാവരും ജപിക്കണം. ഹല്ലേലൂയ. ഹല്ലേലൂയ. ദൈവരാജ്യം അന്വേഷിക്കുക. ദേവന്റെ രാജ്യത്തെ തേടുങ്ങൾ. ഹല്ലേലൂയ. ആമേൻ. എല്ലാ പ്രിയപ്പെട്ടവരും പ്രാർത്ഥന തുടങ്ങിയാണ്. എല്ലാ ആണ്ടവരുടെ പിള്ളകളും ജപിക്കാൻ ആരംഭിക്കണം. യേശു പറഞ്ഞു, ആമേൻ സ്തോത്രം, മുമ്പേ അവന്റെ രാജ്യവും നീതിയും അന്വേഷിക്കുക. യേശു சொன்னார், முதலாவது அவருடைய ராஜ்யத்தையும் நீதியையும் தேடுங்கள், അതോടുകൂടെ സകലതും നിങ്ങളുടെ ജീവിതത്തിന് നേരെ വരും. அப்பொழுது இவைகளெல்லாம் உங்களுக்கு கூட கொடுக்கப்படும். എല്ലാ അനുഗ്രഹവും നിന്റെ പുറകെ വരും. எல்லா ஆசீர்வாதங்களும் உன்னை பின்தொடரும். എല്ലാ സൗഖ്യവും നിന്റെ പുറകെ വരും. எல்லா சுக சௌகரியங்களும் உன் பின்னாலே வரும். എല്ലാ ആത്മീക ഭൗതിക നന്മകൾ നിന്റെ പുറകെ വരും. எல்லா ஆவிக்குரிய பொருளாதார ஆசீர்வாதங்களும் உன்னோடு கூட வரும். ഇന്ന് രാത്രി രാജാവിനെ അറിയുക. ராஜாவை தெரிந்து கொள்ளுங்கள். രാജ്യത്തെ അറിയുക. ராஜ்யத்தை அறிந்து கொள்ளுங்கள். സിസ്റ്റത്തെ അറിയുക. அதனுடையதான சட்டத்திட்டத்தை
ചട്ടങ്ങളെ അറിയുங்கள், അതിന്റെ നിയമങ്ങളെ അറിയുക. അതിന്റെ ചട്ടങ്ങളെ അറിയുங்கள். നിങ്ങൾ ഈ രാജ്യത്തിൽ പ്രവേശിച്ചില്ല എങ്കിൽ നിങ്ങൾക്കൊരിക്കലും സ്വർഗരാജ്യത്തിൽ എത്താൻ കഴിയത്തില്ല. இந்த ராஜ்யத்துக்குள்ளே நீங்கள் வந்தடையவில்லை என்றால் ஒருபோதும் உங்களுக்கு பரலோகத்தில் பிரவேசிக்க முடியாது. ഈ രാജ്യത്തിൽ ഏറ്റവും വലിയ കാര്യമാണ് അനുസരണം എന്നുള്ളത്. அந்த ராஜ்யத்தின் மிக முக்கியமான காரியங்களில் ஒன்று கீழ்ப்படிதல். ഈ രാജ്യത്തിന് ഏറ്റവും വലിയ പാപം എന്ന് പറഞ്ഞത് അനുസരണക്കേടാണ്. இந்த ராஜ்யத்தில் மிகப்பெரிய பாவமா இருக்கிறது கீழ்ப்படியாமை. ഹല്ലേലൂയ, 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 ആമേൻ. ഈ രാജ്യത്തിലുള്ള എല്ലാ പ്രൊവിഷനുകളും അനുഗ്രഹങ്ങളും നിന്റെ മേൽ ദൈവം ചൊരിയുകയാണ്. இந்த ராஜ்யத்தில் உள்ளதான சகல ஆசீர்வாதங்களை கர்த்தர் உன்மேல் சொரிகிறார். ഈ രാത്രി ആത്മാവ് ചിലരെ തൊടാൻ ആഗ്രഹിക്കുന്നു. இந்த இரவுகளிலே ஆவியானவர் அப்படி சொல்லுகிறார். എല്ലാ കണ്ണുകളും മൂടി, எல்லாரும் கண்களை மூடி, ഇന്ന് രാത്രി യേശുവിന് വേണ്ടി ഹൃദയം കൊടുക്കാത്തവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ, யாராவது கர்த்தருக்கு தங்கள் இருதயத்தை ஒப்பு கொடுக்காதவர்கள் இருந்தால், ഈ രാജ്യത്തിന്റെ അംഗമാകാത്തവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ, அந்த ராஜ்யத்தின் அங்கத்தினர்களாய் ஆகாதவர்கள் இதுவரை யாராவது இருப்பீர்கள் என்றால், സ്നാനപ്പെടാത്തവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ, ஞான ஸ்நானம் பெற்றுக் கொள்ளாதவர்கள் இருந்தால், രക്ഷിക്കപ്പെടാത്തവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ, இதுவரை அந்த ரட்சிப்பை பெற்றுக் கொள்ளாதவர்கள் இருந்தால், ഈ രാജ്യത്തിന്റെ ബെനിഫിറ്റ്സ് നിനക്ക് കിട്ടത്തില്ല. இந்த ராஜ்யத்தினுடையதான ஆசீர்வாதங்கள் உனக்கு கிடைக்காது. ഇന്ന് രാത്രി പരിശുദ്ധാത്മാവ് പറയുന്നു, பரிசுத்தாவியானவர் ഈ சொல்லுகிறார், രാജ്യത്തിൽ പ്രവേശിക്കുന്നവർക്ക് അതിന്റെ ബെനിഫിറ്റ്സുകളുണ്ട്. அந்த ராஜ்யத்துக்கு உட்படுகிறவர்களுக்கு தான் அந்த ராஜ்யத்தின் ஆசீர்வாதங்கள் கிடைக்கும். ഹല്ലേലൂയ, ஆமென், ആമേൻ. ஹல்லேலூயா. യേശു പ്രാർത്ഥന പഠിപ്പിച്ചപ്പോൾ ഇങ്ങനെ പഠിപ്പിച്ചു, இயேசு ஜெபத்தை கற்றுக் கொடுத்த போது இப்படி படிப்பித்தார், നിന്റെ രാജ്യം വരണമേ, உம்முடைய ராஜ்யம் வருவதாக, അങ്ങയുടെ ഇഷ്ടം സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. உம்முடைய சித்தம் பரமண்டலத்திலே செய்யப்படுவது போல பூமியிலும் செய்யப்படுவதாக. ഇന്ന് രാത്രി ദൈവം ഈ സിദറാൽ ദേശത്ത് അവന്റെ രാജ്യത്തെ സ്ഥാപിക്കുകയാണ്. இந்த இரவுகளிலே சிதறால் பிரதேசத்திலே அவருடைய ராஜ்யத்தை இயேசு ஸ்தாபிக்கிறார். എല്ലാവരും പ്രാർത്ഥിച്ചാട്ടെ. எல்லாரும் ஜெபிக்கலாம். ഹല്ലേലൂയ, ஆமென், ஆமென். പരിശുദ്ധാത്മാവ് ഇന്ന് രാത്രി നിങ്ങളെ തൊടുന്നു. பரிசுத்தாவியார் அந்த இரவுகளிலே உங்களை தொடுகிறார். നീ വീണ്ടും ജനിക്കുന്നില്ല എങ്കിൽ ഈ രാജ്യത്തിൽ പ്രവേശനമില്ല. நீ மறுபடியும் பிறவாவிட்டால் இந்த ராஜ்யத்தில் பிரவேசிக்க மாட்டாய். നിനക്ക് ഈ രാജ്യം കാണാനും പറ്റും, കടക്കാനും പറ്റും. இந்த ராஜ்யத்தை காணவும் முடியும், உட்பிரவேசிக்கவும் முடியும். നിക്കോദിമോസിനോട് പറഞ്ഞു, നീ കാണത്തില്ല, കടക്കത്തില്ല. நிக்கோதேமினிடத்திலே சொன்னார், நீ பார்க்கவும் மாட்டாய், உட்பிரவேசிக்கவும் மாட்டாய். ഹല്ലേലൂയ, ஆமென். എല്ലാവരും യേശുവിന്റെ കരങ്ങളിൽ ഏൽപ്പിച്ചു. எல்லாரும் கர்த்தருடைய கையிலே நம்மை ஒப்பு கொடுப்போம். ഈ രാജ്യത്തിന്റെ ഏറ്റവും വലിയ പ്രത്യേകതയാണ്, രാജാവിന്റെ പ്രത്യേകതയാണ്, ഇഷ്ടമാണ് അനുസരണം എന്നുള്ളത്. இந்த ராஜ்யத்தின் ராஜாதி ராஜாவுக்கு மிகவும் விருப்பமான காரியம் தான் கீழ்ப்படிதல். അനുസരണക്കേടാണ് ഏറ്റവും വലിയ പാപം. கீழ்ப்படியாமை தான் மிகப்பெரிய பாவம். ഹല്ലേലൂയ, ஆமென். ഈ രാജ്യത്തിന്റെ ഏറ്റവും വലിയ മുഖമുദ്രയാണ് വിശുദ്ധി. இந்த ராஜ்யத்தினுடைய மிகப்பெரிய முத்திரை தான் பரிசுத்தம். അശുദ്ധി ദൈവത്തിന് ഈ രാജ്യത്തിന് എതിരാണ്. அசுத்தம் இந்த ராஜ்யத்திற்கும் ராஜாவுக்கும் எதிரானவை. ഈ രാജ്യത്തിന്റെ കറൻസി ദൈവശബ്ദമാണ്. இந்த ராஜ்யத்தின் பணம் தேவ சத்தம், தேவ வசனம். ആ ശബ്ദം കേട്ട് അനുസരിക്കുന്നവർക്ക് വേണ്ടി ദൈവം അത്ഭുതങ്ങളെ ചെയ്യും. அந்த சத்தத்தை கேட்டு கீழ்ப்படுகிறவர்களுக்கு தேவன் அற்புதங்களை செய்வார். എല്ലാവരും പ്രാർത്ഥിച്ചാട്ടെ. எல்லாரும் ஜெபிக்கலாம். ഹല്ലേലൂയ, ആമേൻ. ദൈവ ശബ്ദം കേട്ട് നീ ചൂട് വെച്ചാൽ ആ രാജാവ് നിന്നെ ലജ്ജിപ്പിക്കത്തില്ല. தேவ சத்தத்தை கேட்டு நீ முன்னோட்டு அடி எடுத்து வைத்தால் அந்த ராஜா உன்னை வெட்கப்படுத்த மாட்டார். ഏത് പ്രോജക്റ്റുകളും അവൻ വിജയിപ്പിക്കും. எந்த நிலையிலும் உன்னை ஜெயமெடுக்க பண்ணுவார். നിന്റെ വീട് പണി അവൻ പര്യവസാനിപ്പിക്കും. உன்னுடைய வீட்டிலே ஜெயம் உண்டாகும். നിന്റെ വീടിന്റെ പണി ദൈവം പര്യവസാനിപ്പിക്കും. വീടിന്റെ പണി உன் வீட்டின் படி ദൈവം അവസാനിപ്പിക്കും. தேவன் முடிவடைய பண்ணுவார். ഹല്ലേലൂയ, എല്ലാ പ്രോജക്റ്റുകളും ദൈവം അവസാനിപ്പിക്കും. எல்லா விதமான எழுத்துக்களையும் தேவன் முடிவடைய பண்ணுவார். ദൈവ ശബ്ദം കേട്ട് പോകുന്ന ഒരാള് ലജ്ജിക്കപ്പെടത്തില്ല. தேவனுடைய சத்தத்தை கேட்டு முன்னோட்டு அடி எடுத்து வைக்கிற ஒரு ஆள் வெட்கப்படாத. ഹല്ലേലൂയ, ஆமென்.